അപ്പൊ ഓരോരുത്തരും വ്യക്തിയാണ് എന്ന് കരുതിയിരിക്കുക. ഈ സദസ്സ് മറക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കാൻ വേണ്ടി പറയും. മൈക്കക്കാരൻ തന്നെയാണോ ഇതിന്റെ ലൈറ്റ് ഒന്ന് തന്നെയാണല്ലേ? അപ്പൊ ഒന്ന് ഓഫാക്കി. അപ്പൊ പോകേണ്ടവർക്ക് ഇരുട്ടിൽ പോവുകയും ചെയ്യാം, അല്ലാത്തവർക്ക് മദീനയിലേക്ക് പോവുകയും ചെയ്യാം. ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഹബീബിനെ കാണണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റുകയാണ് എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ചില ആൾക്കാർ പറയാറുള്ളത്. കാസർഗോഡ് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് വഹാബികൾ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്. വഹാബികൾ മാത്രമല്ല, അർദ്ധസംഖികൾ എന്ന് പറയുന്നതുമാതിരി ഒരു സങ്കര സുന്നികളായ ആളുകളുമുണ്ട്. നമ്മുടെ പള്ളികളിൽ വരെ റബീഉൽ അവ്വലിൽ അവർ പ്രസംഗിക്കും. അച്ചടി ഭാഷയിൽ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്. നല്ലൊരു സ്ലോഗനാണ്, കേൾക്കാൻ രസമുള്ള ഒരു ആശയമാണ്. ആ പിൻപറ്റൽ തന്നെയല്ലേ സ്നേഹം? അത് സുന്നികളെ ഒരു ട്രാപ്പിലാക്കലാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കൈ ഒന്നിച്ചാണ്. താഴ്ത്തിക്കൊള്ളു. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചു. കുറച്ച് ആൾക്കാർ അനുസരിച്ചിട്ടില്ല. അതിന് കാരണം എനിക്ക് ഓർക്കും അറിയാം. നിങ്ങൾ അനുസരിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? അങ്ങനെ ഒന്നൊരു ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ സദസ്സല്ല. അങ്ങനത്തെ ഒരു വിഷമം അനുഭവിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു പ്രസംഗത്തിന് പറ്റിയ സദസ്സാണ്. നല്ലത്, മാഷാ അല്ലാഹ്. നിങ്ങൾ എന്നോട് സ്നേഹം കൊണ്ടാണോ കൈ പൊക്കിയത്? അല്ല. ഒരു ചങ്ങാതി അവിടെ നിന്ന് കൈ വെക്കാൻ പറഞ്ഞതല്ലേ, നമ്മുടെ ഒരു ഗസ്റ്റ് അല്ലേ, അങ്ങനെ കൈ പൊക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ പിൻപറ്റിയത്, അനുസരിച്ചത് എന്നോട് സ്നേഹം ഉണ്ടായതിന്റെ പേരിലല്ല. അപ്പൊ സ്നേഹമില്ലാതെയും ഒരാളെ അനുസരിക്കാൻ പറ്റും. ഈ മവലിൽ നിന്ന് നിങ്ങള് ആ ഹൈവേയിലേക്ക് ഒരു ബൈക്കിൽ പോവുകയാണ്, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, മുടി ചീകിയത് കേടുവരുന്നു കരുതിയിട്ടുണ്ടല്ലോ. ബൈക്കിന്റെ മുകളിൽ, പെട്രോൾ ടാങ്കിന്റെ മുകളിലാണ് ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത്. സോ പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഒരു പോലീസ് പട്രോളിംഗ് ജീപ്പ് കണ്ടു. നിങ്ങൾ ഹെൽമെറ്റ് വെക്കൂലേ? പറ, വെക്കൂലേ? ഉറക്ക പറ, വെക്കൂലേ? വെക്കും. അത് പോലീസിനോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, 500 പോകുന്നുള്ള പേടി കൊണ്ടാണ്. അപ്പൊ ഒരാളെ അനുസരിക്കാൻ, അയാളെ സ്നേഹിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു എന്നതുകൊണ്ട് സ്നേഹിച്ചു എന്ന് വാദിക്കാനും കഴിയില്ല. മുസ്തഫ നബിയെ ഇഞ്ചോടിഞ്ച് പിന്തുടർന്ന ചില ആളുകൾ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയ ഇബാദത്ത്. റസൂലുള്ളാഹി എങ്ങനെയാണ് സുജൂദ് ചെയ്തത്, റസൂലുള്ളാഹി എങ്ങനെയാണ് റുകൂ ചെയ്തത്, അതേപോലെ പെർഫെക്റ്റ് ആയി ഇബാദത്ത് ചെയ്ത ചില ചുരുക്കം ചില ആളുകൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ, കപട വിശ്വാസികളായ ആളുകൾ, ഹുബ്ബില്ല, മനസ്സിൽ പ്രവാചകനോട് ഇഷ്ടമില്ല, പക്ഷെ പ്രവാചകനെ ഫോളോ ചെയ്തു. അപ്പൊ പിൻപറ്റിയത് കൊണ്ട് മാത്രം സ്നേഹിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. പ്രണയം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് രോമാഞ്ചമാണ്. നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും. വാട്സപ്പിൽ അവരുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും. കോള് വിളിച്ച് അറ്റൻഡ് ചെയ്തെങ്കിൽ നമുക്ക് ടെൻഷൻ വരും. 2-3 ദിവസം ഒരു കോണ്ടാക്ട് ഡിസ്കണക്ട് ആയാൽ നമുക്ക് വിഷമം വരും. ദാറ്റ്സ് എ കെമിസ്ട്രി ഓഫ് ലവ്. ഇത് പ്രണയത്തിന്റെ, ഹുബ്ബിന്റെ ഭൗതികമായ അടയാളങ്ങളാണ്. റസൂലുള്ളാഹിനെ ഇബാദത്ത് കൊണ്ട് പിൻപറ്റിയത് കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. പിൻപറ്റൽ ഈസ് എ പാർട്ട് ഓഫ് ലവ്. അത് സ്നേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇന്ന് സുബഹി കഴിഞ്ഞിട്ട് ഇത്രയേറെ സമയം കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് ഹബീബായ പ്രവാചകരുടെ പേരുള്ള ബാങ്ക് മുഴങ്ങി. നമ്മൾ പ്രതിഭാഭിവാദ്യം ചെയ്തു. നമ്മൾ ഓർത്തോ റസൂലുള്ളാഹി? ഇല്ല. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയായവരെ സലാം.
ഇപ്പോഴെങ്കിലും ഓർത്തോ? ഇല്ല. ഇത്ര സമയം എന്റെ നബി നമ്മൾ ഓർത്തിട്ടില്ല. സ്നേഹിക്കുന്നയാളെ നമ്മൾ ഓർക്കും. ഹബീബ് ജിഫ്രി കോഴിക്കോട് വന്നില്ലയോ? നമ്മുടെ ഒരു സഹോദര സുന്നി സ്ഥാപനത്തിൽ ഇടയ്ക്ക് വരാറുള്ള ആളാണ് ഹബീബ് ജിഫ്രി, അല്ലേ? യമനിലെ അവര് ഞാൻ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒമാനിൽ പോയപ്പോ സലാലയിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള മിർബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വല്യുപ്പയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മിർബാദ്, സാഹിബുൽ മിർബാദ് അവിടെയുണ്ട്. ഈ ഹബീബ് ജിഫ്രി തങ്ങൾ അവിടെ വന്ന് സംസാരിക്കുകയാണ്. ഉമർ ജിഫ്രി അല്ല, ആ പേരിലേക്ക് ഒരു സംശയം കേട്ടോ. ഇപ്പൊ അടുത്ത് വന്നു പോയില്ലേ കോഴിക്കോട് മർക്കസിലൊക്കെ. ഉമർ ജിഫ്രി അല്ല, ഹബീബ് ജിഫ്രി തന്നെയാണ് അല്ലേ? ദാറുൽ മുസ്തഫ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഹബീബിങ്ങളെ അദ്ദേഹം അവിടെ വന്ന് പറയാണ്, ഈ കിടക്കുന്ന സാഹിബുൽ മിർബാത്ത്, ഈ മഹാനുഭാവൻ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു, നബിയെ അങ്ങേക്ക് സലാം എന്ന് പറഞ്ഞവിടെ നിർത്തും. ചിലപ്പോ ഒരു സെക്കൻഡ് നേരം, കുറച്ച് ഒരു മിനിറ്റ് നേരമൊക്കെ അവിടെ നിർത്തും. ഹബീബായ പ്രവാചകര് മുഹമ്മദ് മുസ്തഫ അവരുടെ വല്ലിപ്പാപ്പ മദീനയിലെ റൗളയിൽ നിന്ന് സലാം മടക്കാതെ അവരത്തയ്യാത്ത് പൂർത്തീകരിച്ചിട്ടില്ല. ഒന്നാലോചിച്ചൊക്കെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര വട്ടം അസ്സലാമു അലൈക അയ്യുഹൻ നബി നിസ്കാരത്തിൽ പറഞ്ഞു? നമ്മൾ നബി അവിടെ ഓർത്തിട്ടുണ്ടോ? തബ്ലീഗുകാർ പറയുന്ന അവിടെ നബി ഓർക്കാൻ പാടില്ല എന്ന്. കിതാബ് ശിഫയിൽ നമ്മുടെ വാദം അവിടെ നബി ഓർക്കൽ വാജിബാണ് എന്നാണ്. നമ്മൾ എവിടെ നബി ഓർത്തത്? സാഹിബുൽ മിർബാത്ത് എന്ന മഹാൻ വലൈക്കും സലാം നബി സലാം മടക്കിയതിന് ശേഷമാണ് തയ്യാത്ത് ഓതുള്ളൂ. യാ അല്ലാഹ്, പ്രണയമേ അനുരാഗമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദ്മാർക്ക് അറിയാം, അറബി ഗ്രാമറ്റിക്കൽ ഓർഡറിൽ ചിന്തിക്കുന്നവർക്കറിയാം, അസ്സലാമു അലൈക എന്ന് പറഞ്ഞ പ്രസന്റിലുള്ള ഒരാളോടാണ് ആ സലാം പറയുന്നത്. അസ്സലാമു അലൈക നബി അങ്ങേക്ക് സലാം. ആള് പ്രസന്റിൽ അവിടെ സാന്നിധ്യത്തിലുണ്ട്. ഭയങ്കര സംഭവമാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ നമ്മൾ അത്തയ്യാത്തിൽ പോലും നമ്മൾ നബിയെ ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ നബിയെ സ്നേഹിക്കുന്നു എന്ന് ജമാഅത്ത് വഹാബി മാറി നിൽക്കട്ടെ, അവരെ പറ്റി നമ്മൾ ചർച്ചയില്ല. അവരെന്തായാലും സ്നേഹത്തിന്റെ കാര്യത്തിൽ എപ്പോൾ നിങ്ങൾ തർക്കിച്ചോളൂ, അല്ലെങ്കിൽ സംസാരിച്ചോളൂ. ഇനി വയലു കഴിഞ്ഞ് നിങ്ങളെ മവ്വലുള്ള ഒരു മുജാഹിദ് സഹോദരൻ സംസാരിച്ചോളൂ. എന്താണ് പ്രവാചക സ്നേഹം എന്ന് ചോദിച്ചാൽ അവൻ ഉടൻ പറയുന്ന മറുപടി റസൂലുള്ളാഹിന്റെ ചര്യയെ പിൻപറ്റലാണ് എന്നാണ്. ഞാൻ പറയുന്നത് പിൻപറ്റല് സ്നേഹമല്ല എന്നൊന്നുമല്ല, അത് മാത്രമല്ല, പിൻപറ്റിയ മാത്രം പോരാ, പ്രണയം ഹബീബായ നബിയോട് വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. സഹാബത്ത് പിൻപറ്റുക മാത്രമല്ലല്ലോ ചെയ്തത്. ആമിനു കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ നബിയെ വിശ്വസിക്കണം. ഏതാണ് അന്നാസ്? ഹുമുസ് സ്വഹാബ, അത് സ്വഹാബത്താണ്. സ്വഹാബത്ത് എങ്ങനെയാണ് നബിയെ കണ്ടത്? നബിയെ റസൂലുള്ളാഹിനെ സ്വഹാബത്ത് എങ്ങനെയാണ് വിശ്വസിച്ചത്? അതുപോലെ വിശ്വസിക്കാതെ ഈ സ്നേഹം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല മുഅ്മിനേ. അതുകൊണ്ടാണ് വഹാബികൾ പറയുന്നത് നിങ്ങൾ നബിദിന ഘോഷയാത്ര നടത്തുന്നത് പ്രവാചക സ്നേഹമല്ല, കാരണം അത് പിൻപറ്റലല്ല നമുക്ക് പറയാം. നിങ്ങൾ മൗലൂദ് തോന്നുന്നത് പ്രവാചക സ്നേഹമല്ല, കാരണം അത് പിൻപറ്റലല്ല. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നോമ്പ് വിൽക്കുക, നിസ്കരിക്കുക, പ്രവാചകൻ പറഞ്ഞ അനുസരിക്കുക. അങ്ങനെ പറഞ്ഞ ആൾക്കാർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു. മുനാഫിക്കീങ്ങൾ എന്നാണ് അവരുടെ പേര്. അപ്പൊ അതുകൊണ്ട് അവരുടെ ചർച്ചയിലേക്ക് ഞാനില്ല, അതിന്റെ സംവാദവേദിയുമല്ല. അല്ലെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ സംവാദത്തിന് പോകരുത്. ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്,
ഇതാണ് ലൈവ് കൊണ്ടുള്ള ഒരു പ്രശ്നം. ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ ഇനി നാളെ ഭയങ്കര വിവാദം ഉണ്ടാവുന്ന വാക്കാം. നിങ്ങളോട് ഒരാളോട് മൗലൂദ് തോന്നുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന കിതാബിലുണ്ട് എന്നൊന്നും മറുപടി പറയരുത്. എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും, നീ ഓതണ്ട. കാരണം പ്രണയം തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. അക്കാഡമിക്കലായി തെളിവുണ്ടാകാം, പക്ഷെ തെളിയിക്കാൻ പോകരുത്. നിങ്ങൾ നിസ്കാരത്തിന്റെ മസാല വേണ്ടി തെളിയിച്ചോളൂ, ഖബർ സിയാറത്തിന് തെളിവ് വേണ്ടി തെളിയിച്ചോളൂ, സ്ത്രീ പള്ളി പ്രവേശനം പാടില്ല അത് തെളിയിച്ചോളൂ. പക്ഷെ പ്രവാചകനെ സ്നേഹിക്കുന്ന നബിദിന ഘോഷയാത്രക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവനെ വിടണം. പ്രണയം അങ്ങനെ അക്കാഡമിക്കലായി തെളിയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് ആരോടും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലവ്, എന്താണ് പ്രണയം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. അത് ചിലപ്പോ മവലിലുള്ള പ്രണയം ആവൂല, ദേശമംഗലത്തുണ്ടാവുക. കേരളത്തിലെ പ്രവാചക സ്നേഹം ആയിരിക്കില്ല ചിലപ്പോ ജോർഡാനിൽ ഉണ്ടാകുക. ജോർഡാനിൽ ഉള്ള പ്രവാചക സ്നേഹത്തിന്റെ രീതിശാസ്ത്രമാകില്ല ചിലപ്പോൾ യമനിൽ ഉണ്ടാകുക, ഈജിപ്തിൽ ഉണ്ടാകുക, മൊറോക്കോയിൽ ഉണ്ടാവുക. അപ്പൊ സൗദി അറേബ്യയിൽ നബിദിന റാലില്ലല്ലോ എന്ന് വാദിക്കരുത്. അത് ഓരോ സിസ്റ്റം മാറും, ആളുകൾക്കനുസരിച്ച് പോലും പ്രവാചക പ്രണയം മാറും. ഈ സദസ്സിലിരിക്കുന്നവർ, സ്റ്റേജിലുള്ളവരും അവിടെയുള്ളവരിലൊക്കെ സ്നേഹം വ്യത്യസ്തമാണ്. ഞാൻ ഉദാഹരണം പറയാം. ചില ആളുകൾ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടും നബിയോടുള്ള സ്നേഹം കൊണ്ട്. ചില ആളുകൾ നബിയോടുള്ള സ്നേഹം കൊണ്ട് മുഹമ്മദ് എന്ന് ബോധപൂർവം പേരിടില്ല. അതെന്ത് സ്നേഹം? എന്റെ മകനെ ഡാ മുഹമ്മദ് എന്ന് വിളിക്കേണ്ടി വരുമ്പോ എന്റെ മകനെയാണെങ്കിലും റസൂലുള്ളാന്റെ പേരായതുകൊണ്ട് എടാ എന്ന് വിളിക്കുന്നത് അദബ് കേടാണെന്ന് കരുതുന്ന പ്രണയം. ചിലര് മദീനത്തേക്ക് പോകാൻ കൊതിക്കും, സർവ്വസാധാരണയിൽ എല്ലാവരും. പക്ഷെ ചിലര് പോകണ്ടാന്ന് കൊതിക്കും, അതും സ്നേഹമാണ്. സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തോട് എനിക്കും നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആശയപരമായി ചില പുരോഗമന ചിന്തകൾ അദ്ദേഹം വെച്ച് പുലർത്തിയാണ്. ഞാനിങ്ങനെ വ്യക്തികളെ വിമർശിക്കാറില്ല. പക്ഷേ ലൈഫിൽ ഇത്രയും കൂടുതൽ ഇന്ത്യയിൽ പ്രവാചകനെ കുറിച്ച് എഴുതിയ മറ്റൊരു കവിയില്ല. ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയേറെ കവിത എഴുതി, ശിക്വയും ജവാബെ ശിക്വയും ഒക്കെ എഴുതിയ അദ്വിതീയനായ ഇന്ത്യയുടെ വാനമ്പാടിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മദീനയിൽ പോകാത്തത്? കണ്ണു നിറഞ്ഞു അല്ലാമ ഇഖ്ബാലിന്റെ. അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് മദീനത്ത് പോകാൻ പറ്റൂല. നിങ്ങൾ മദീനയെ കുറിച്ച് ധാരാളം എഴുതിയ ആളല്ലേ, റസൂലുള്ളാഹിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് മദീനത്ത് പോകാൻ പറ്റൂല. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഉൾക്കൊള്ളുന്ന മദീനയുടെ മണ്ണിലൂടെ നടക്കാൻ എനിക്ക് കഴിയുന്നില്ല. പ്രണയമേ അനുരാഗമേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഹറമിന്റെ ഇമാമായ ആളാണ്, വലിയ ഫഖീഹാണ്, മുഹദ്ദിസാണ്. ഹബീബിങ്ങളെ കേട്ടോളൂ, മദീന ഹറം ഷരീഫിന്റെ ഉള്ളിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും എവർ നെവർ എവർ നെവർ ചെരിപ്പിട്ട് നടന്നിട്ടില്ല. മദീന ഹറം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല, ആ മുറ്റത്ത് മാത്രമല്ല. മദീന ഹറം എന്ന് പറഞ്ഞ ഒരു അതിർത്തിയുണ്ട് ആ പള്ളിക്ക് പുറത്തേക്ക്. ഇപ്പൊ മൗവൽ മഹൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മഹൽ കമ്മിറ്റി ഓഫീസ് മാത്രമാണോ? അല്ല. ഞാൻ നിങ്ങളുടെ ജുമാ മസ്ജിദ് കണ്ടില്ല. ജുമാ മസ്ജിദിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ മാത്രമാണോ? അല്ല. അതിനൊരു അതിർത്തി ഉണ്ടാവുമല്ലോ, സാങ്കല്പികമെങ്കിലും ഉള്ള ഒരു അതിർത്തി. എന്നതുപോലെ മദീന ഹറം എന്ന് പറഞ്ഞാൽ ആ പള്ളി മാത്രമല്ല. മക്ക ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറം മാത്രമല്ല. ഒരു ഭാഗത്ത് ജിയറാന വരെ, ഒരു ഭാഗത്തേക്ക് മസ്ജിദുൽ ആയിഷ വരെയൊക്കെ നീണ്ടു കിടക്കുന്നുണ്ട് മക്ക ഹറം. നിങ്ങൾക്കറിയാം ഹജ്ജിന് പോയവർ. മദീന ഹറം അങ്ങനെ. ആ ഹറം ഷരീഫിൽ ഒരൊറ്റ സ്ഥലത്തും ചെരുപ്പ് ധരിച്ചിട്ടില്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആലോചിച്ചു, അദ്ദേഹത്തിന്റെ പ്രണയമാണ്. ഞാനും നിങ്ങളും ചെരുപ്പ് കൊണ്ടുപോയിട്ട് കളവ് പോകുന്നു കരുതിയിട്ട് സൗദി ഗവൺമെന്റ് ഒരു കിറ്റ് തരും. ഹജ്ജിന് പോയവർക്ക് ഓർമ്മ ഉണ്ടാവും. ആ കിറ്റിലാക്കിയിട്ട് റൗള ഷരീഫിൽ കൊണ്ടുപോയി വെച്ച് നിസ്കരിച്ച മഹാന്മാരാണ് ഞാനും നിങ്ങളും. അള്ളാന്റെ റസൂലിന്റെ റൗളയിലെ ടോയ്ലറ്റിൽ ഇട്ട ചെരുപ്പ് ഒറയിലാക്കി കൊണ്ടുപോയി വെച്ച മഹാന്മാരാണ് നമ്മൾ.
മനസ്സിലായോ? പ്രണയം പലതരത്തിലായിരിക്കും. മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കത്തിൽ പറയാൻ ശ്രമിച്ചത് പിൻപറ്റിയത് കൊണ്ട് മാത്രം പ്രവാചക സ്നേഹം ആകില്ല എന്നാണ്. അതുകൊണ്ട് വൈകാരികമായ ഒരു അടുപ്പം, അതാണല്ലോ സുന്നത്ത് ജമാഅത്ത്. ഹജ്ജിന് പോയിട്ട് എന്തിനാണ് സഫാ മർവയിൽ നടക്കുന്നത്? അതിൽ ഒരു ലോജിക്കും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു ലോജിക്കും ഇല്ല. പക്ഷെ അവിടെ വൈകാരികമായ സുന്നത്ത് ജമാഅത്താണ്. അവിടെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഓടിയിട്ടുണ്ട്. ഹാജർ ബീവി ഓടിയാലില്ലെങ്കിലും അക്കാഡമിക്കലായി അവിടെ ഓടൽ നമുക്ക് നിർബന്ധ, കാരണം അങ്ങനെയാണ് ശരീഅത്ത് പറഞ്ഞത്. പക്ഷേ അതിന്റെ വൈകാരികത അവിടെ ഹാജർ ഓടിയിട്ടുണ്ട്. അല്ലാതെ എന്ത് മഹത്താണ്? എന്തിനാ മിനയിൽ യൗമു തർവിയയിൽ ഇങ്ങനെ പോയിരിക്കണത്? 5 ലക്ഷം ചെലവാക്കിയിട്ട് ഒരു വിഭാഗത്തും പ്രത്യേകമായിട്ടില്ല. സാധാരണ ജമാഅത്ത് നിസ്കരിക്കും, കുറച്ച് ദിക്റും പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് അവിടെ? ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആത്മവ്യഥയുടെ മണ്ണാണ് മിന. അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണല്ലോ. ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്യുന്ന വലിയ സ്ഥലം. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഹജ്ജിന് പോയവർക്കറിയാം. ളുഹർ കഴിഞ്ഞാൽ മഗ്‌രിബ് വരെ ആൾക്കാർ ഇങ്ങനെ ദ്വാരക്കും. വേറെ ഒരു പരിപാടിയില്ല. പുതിയതായ എന്തെങ്കിലും ഹജ്ജിന്റെ ചടങ്ങൊന്നുമില്ല. നിസ്കരിക്കുക, ദ്വാരക്കുക, പ്രസംഗം കേൾക്കുക, വേറെ ഒന്നും അവിടെ. ഇങ്ങനെ ചിന്തിച്ചാൽ യുക്തിവാദിയായി പോകും. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ ചില യുക്തിവാദിയായത്. പ്രണയമുള്ള സുന്നത്ത് ജമാഅത്തിനല്ലാതെ ദീനിന്റെ അടിസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഞാൻ ചെറിയ കുട്ടികളോടാണ് സംസാരിക്കുന്നത്, അവരെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഈ രാത്രി കരയണം നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു തുള്ളി കണ്ണീരെങ്കിലും വീഴണം. എന്തെങ്കിലും ചരിത്രം പറഞ്ഞ് ഒരു വിഷയം ഇങ്ങനെ ആപ്റ്റായി അവതരിപ്പിക്കുകയല്ല, പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ലയത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരണം. ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാ പറഞ്ഞു, അല്ലാഹ് നമുക്ക് ഇന്ന് രാത്രി ഹബീബിനെ കാണാൻ തൗഫീഖ് കിട്ടണം. നിലാമഴ പെയ്യുന്ന രാവിൽ നമ്മളെല്ലാരും മദീന മസ്ജിദുൽ നബവിയുടെ മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. ഓൾ ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചു പിടിക്കൂ എല്ലാവരും. മദീനയിലൊന്ന് പോയിടണോ, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയ സലാം ചൊല്ലിടണോ, പരിച്ചൻ ഖൽബ് നൽകിടണം. മദീനയിലൊന്ന് പോയിടണോ, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയ സലാം ചൊല്ലിടണോ, പരിച്ചൻ ഖൽബ് നൽകിടണം. മദീനയിലൊന്ന് ചെന്നാലോ മടങ്ങി വരാൻ മറന്നിടോ, മധുരനില നുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും. കൊടും ചൂടുള്ള മരുഭൂവിൽ കുളിർ തെന്നൽ അറിഞ്ഞിടും. കൊതിയേറും അജുവയിൽ കഥന മലിഞ്ഞ് തീർന്നിടോ. മദീനയിലൊന്ന് പോയിടണോ, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയ സലാം ചൊല്ലിടണോ, പരിച്ചൻ ഖൽബ് നൽകിടണം. കനിവിനായി വന്നവനാ കനിയില്ലേ മഹബൂബേ, കരഞ്ഞ് തളർന്ന യാചകന കരുണ തരണേ നബിയോരേ. ഹബീബിനെ കനിയില്ലേ ഹദഭാഗ്യൻ വേറാരാണ്. തുബീബനെ പുണർന്നില്ലേ തുലഞ്ഞോൻ പിന്നെയാരാണ്. മദീനയിലൊന്ന് പോയിടണോ, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയ സലാം ചൊല്ലിടണോ,
പരീച്ചൻ കൽബ് നൽകിടണോ മദീനയിലൊന്നു ചെന്നാലോ മടങ്ങി വരാ മറന്നിടോ മധുരനില നുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും കൊടും ചൂടുള്ള മരുഭൂവിൽ കുളിർത്തന്നൽ അറിഞ്ഞിടോ കൊതിയേറും അജവയിൽ കഥന മലിഞ്ഞ് തീർന്നിടോ മദീനയിലൊന്ന് പോയിടണോ മനസ്സ് തുറന്ന് കരഞ്ഞിടണോ പതിയ സലാം ചൊല്ലിടണം പരീച്ചൻ കൽബ് നൽകിടണോ. എന്തൊരു ചന്തായിരിക്കും മദീനയ്ക്ക്. അല്ലാഹുവേ അവിടെ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. പണമില്ലാത്തതിൻ്റെ പേരിൽ പോകാൻ കഴിയില്ലെന്ന വിഷമൊന്നും വേണ്ട. നിങ്ങൾ ആഗ്രഹിച്ചോളൂ, അൽ മദീനത്തുൽ മുനവ്വറയിൽ നിങ്ങൾ എത്തിച്ചേരും. നമ്മൾ മസ്ജിദുൽ നബവിയുടെ മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. മലയാളം കണ്ട ഏറ്റവും ഹൃദയഹാരിയായി ഹബീബിനെ പാടുന്ന സുഹൈൽ ഫൈസി കൂരാടിന്റെ ആർദ്രമായ സ്വനപേടകങ്ങളിൽ നിന്ന് നിലമഴ പോലെ മുത്തുനബിയുടെ മദ്ഹ് ഗീതങ്ങൾ ഒഴുകുമ്പോൾ അത് ചെവിയുടെ ആനന്ദം മാത്രമാകാതെ അത് ഹൃദയത്തിന്റെ ആമോദമാകുന്ന ഒരു മുഹൂർത്തം വരണം. നോക്കൂ, മസ്ജിദുൽ നബവി, നമ്മളെല്ലാവരും അതിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു തണുപ്പ് കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അരിച്ച് കയറുന്നുണ്ട്. രാത്രിയാണ്. ഉഹദ് മല താണ്ടി കടന്നു വരുന്നൊരു കാറ്റ് കാതിൽ കഥ പറയുന്ന രാവാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. ബാബുസലാമിലൂടെ വലതുഭാഗത്ത് ജന്നത്തുൽ ബഖിയാണ്. ഫാത്തിമത്തു സഹ്റ ബത്തൂൽ അവിടെയുണ്ട് റളിയല്ലാഹു അൻഹാ. ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. പുണ്യനബിയുടെ മകൻ ഇബ്രാഹിം അവിടെയുണ്ട്. ഹബീബായ പ്രവാചകർക്ക് അമ്മിഞ്ഞ നൽകിയ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ഹറാ ശുഹദാക്കൾ അവിടെയുണ്ട്. ഖദീജ ബീവിയും മൈമൂന ബീവിയും ഒഴികെയുള്ള അള്ളാന്റെ റസൂലിന്റെ എല്ലാ ഭാര്യമാരും അവിടെയുണ്ട്. ജന്നത്തുൽ ബഖീ. തിരിഞ്ഞു നോക്കി നമ്മൾ അങ്ങോട്ട്. നേരെ മുന്നിൽ പോയി ഇടത്തോട്ട് പോയാൽ അവിടെ ഉഹദ് മലയുണ്ട്. ഉഹദ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഉഹദിനെ എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, പിൻപറ്റലാണോ സ്നേഹം? ഉഹദ് ഒരു ഖരപദാർത്ഥമല്ലേ? ജീവനില്ലെന്ന് നമുക്ക് തിരിയുന്ന ജിയോഗ്രഫിക്കലായി ജീവനില്ലാത്ത ഒന്നല്ലേ? ആ മല എങ്ങനെയാണ് നബിയെ സ്നേഹിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കല്ലും മണ്ണുമുള്ള ഒരു മലയെ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുക? ഉഹദ് സ്വർഗത്തിലെ മലയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെയുണ്ട്. അതിന്റെ താഴെ ഉഹദ് പടക്കളമുണ്ട്. അതിന്റെ അടുത്താണ് ജബലുർ റുമാത്ത് എന്ന മല. അവിടെയാണ് ഹംസത്തുൽ കറാർ, അവിടെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, അവിടെയാണ് മിസ്അബ് ഇബ്നു ഉമൈർ, അവിടെയാണ് ശമ്മാസ് ഇബ്നു ഉസ്മാൻ. നമ്മൾ അവിടെ കണ്ടു. നോക്കൂ, അവിടെയാണ് മസ്ജിദുൽ ഖിബ്ലതൈനി, അവിടെയാണ് മസ്ജിദുൽ ഗമാമ, അവിടെയാണ് മസ്ജിദുൽ ഖുബാ, അവിടെയാണ് മസ്ജിദുൽ ജുമുഅ, അവിടെയാണ് മസ്ജിദുൽ ഇജാബ, അവിടെയാണ് മസ്ജിദു അലി, അവിടെയാണ് മസ്ജിദു ബിലാൽ, അവിടെയാണ് മസ്ജിദ് ഉമർ, അവിടെയാണ് മസ്ജിദ് അബൂബക്കർ, അവിടെയാണ് മസ്ജിദ് ഇമാമിൽ ബുഖാരി, അവിടെയാണ് മസ്ജിദ് അബീ ദർറിൽ ഗിഫാർ, അവിടെയാണ് ഖന്ദഖ് കിടങ്ങ് കീറിയ സ്ഥലം. ഹബീബികളെ,
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ പരിശുദ്ധ മദീനയുടെ മുറ്റത്താണിപ്പോൾ. ലൗലൽ ഹിജ്റ ഹിജ്റയില്ലായിരുന്നുവെങ്കിൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്റെ ജീവിതത്തിൽ നിയോഗമായി ഒരു യാത്ര അല്ലാഹു കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഞാൻ മദീനയിലെ അൻസാറായി ജനിക്കേണ്ടയാളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹിജ്റ ഇല്ലെങ്കിൽ ഞാൻ മദീനക്കാരനാകേണ്ട ആളാ. നമ്മൾ മനസ്സുകൊണ്ട് പോയി നിൽക്കുന്ന മണ്ണ് തുർബത്തുൽ മദീന, തുർബത്തുൽ മദീന, മദീനയുടെ മണ്ണ് ശിഫാ, അത് ശമനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറയരുതേ മുഹമ്മദ് മുസ്തഫ. മദീനയിലെ കാറ്റിനെ ആക്ഷേപിക്കരുതേ മുഹമ്മദ് മുസ്തഫ. മദീനയിലെ കച്ചവടക്കാരുമായി ബാർഗെയിൻ ചെയ്യരുത്, തർക്കിക്കരുത് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ അങ്ങാടിയില്ലേ നാട്ടിട വഴികൾ, ഹജ്ജിന് പോയോരെ, ഉംറയ്ക്ക് പോയോരെ, നിങ്ങൾ മർക്കസിയ ബിൽഡിങ്ങിൽ താമസിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ റൗള ശരീഫിന്റെ മുന്നിലുള്ള അൽബൈക്കിന്റെ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളിൽ, ഏത് ബിൽഡിങ്ങിൽ താമസിച്ചാലും ഹറം ഷരീഫിലേക്ക് നിങ്ങൾ നടന്നു വരുന്നത് അത്തറിന്റെ മണമുള്ള തസ്ബീഹ് മാല കച്ചവടം ചെയ്യുന്ന പർദ്ദയുടെ ഷോപ്പുകളുള്ള കൊച്ചു കൊച്ചു ഗല്ലികളിലൂടെയാണ്, അങ്ങാടിയിലൂടെയാണ് മസ്ജിദുൽ നബവിയിലേക്ക് വരുന്നത്. കേട്ടോളൂ, ശിഖഖിൽ മദീന, മദീനയുടെ നാട്ടുവഴികളിൽ മലക്കുകളുടെ പട്ടാളം, മലക്കുകളുടെ പട്ടാളം, മലക്കുകളുടെ പട്ടാളം കാവലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. തമാശയ്ക്ക് പോലും ലൈഫിൽ നുണ പറയാത്ത ഹബീബായ നബി പറയാണ്, അവിടെ മലക്കുകളുടെ ഒരു നഗരത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വിറ്റ്സർലൻഡിലോ കശ്മീരിലോ നിയോൺ ബൾബുകളുടെ പ്രകാശ പ്രളയത്തിൽ നിൽക്കുന്ന ടൂറിസ്റ്റുകളുടെ പറുദീസയായ ന്യൂയോർക്ക് സിറ്റിയിലോ അങ്ങനെ പറഞ്ഞിട്ടില്ല. മദീനയെ കുറിച്ച് പറഞ്ഞു, മദീനയുടെ അങ്ങാടികളിൽ വഴികളിൽ മലക്കുകൾ കാവലുണ്ട്. കണ്ടവരുണ്ട്, നമ്മൾ ഒരു സാധാരണക്കാരായതുകൊണ്ട് കാണാത്തോണ്ടാണ്. അതാണ് മദീന. നമ്മൾ വൈകാരികമായി മദീനത്ത് പോകാത്തതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരാണെന്ന് പറയണ്ട, മനസ്സിൽ ആലോചിച്ചാൽ മതി. ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നാൽ മൗവലിലാണെങ്കിലും എന്റെ തൃശ്ശൂരിലാണെങ്കിലും എന്തുട്ട വിശേഷം എന്ന് ചോദിക്കും. ഹജ്ജിന്റെ വിശേഷം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുട്ട മറുപടി, ഹലോ, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പറയാ. അല്ലടോ, മക്കയിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ, അവിടെ ഞങ്ങൾ താമസിച്ചത് ക്ലോക്ക് ടവറിലാണ്, അല്ലെങ്കിൽ ഷെറാട്ടൺ ഹോട്ടലിലാണ്, ഹിൽട്ടണിലാണ്, സഫ ടവറിലാണ്, എല്ലാവരും പറയണ്ട, അത് ഒരു ഹോട്ടലിന്റെ പേരൊക്കെ അവിടെയാണ് പറയാം. അവിടെ ഫുഡ് ഭയങ്കര രസമായിരുന്നു എന്താന്നൊക്കെ പറയും. മദീനത്ത് എങ്ങനെ ഉണ്ട്, ഇങ്ങടോക്കി. അപ്പൊ എന്റെ മുഖം ഈ ഹൈവേയില് അലുമിനിയ പാത്രത്തിന്റെ മുകളിൽ ടാങ്കർ ലോറി കയറിയ മാതിരി. മദീന എന്ത് പഠിച്ചവനെ, അവിടെ ഭയങ്കര ഇടങ്ങറാണ്, അവിടെ ചോറിനൊന്നും ഒരു രസമില്ല, കറിയൊന്നും ഒരു രസമില്ല, ഇടങ്ങറായി. ഹംക്ക് കാക്കാന്റെ ഡയലോഗാണ്. നിങ്ങൾ ഇന്നെ എന്ത് കരുതിയാലും ഇത് പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങനെ പറയാം. ഒരു ഹംക്ക് കാക്കാന്റെ ഡയലോഗാണ്. നിങ്ങൾ പൈസ കൊടുത്തിട്ട് തന്നെ പോയിട്ടുണ്ട്, പക്ഷെ മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറയരുത് പരിശുദ്ധ റസൂലുള്ളാഹ്. അവിടെ ചില ആചാര്യന്മാർ ഞാൻ പൈസ കൊടുത്തിട്ടാ വന്നതൊക്കെ മുത്തേ ഹജ്ജിന് പോയിട്ടല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ കയറി, നിങ്ങൾ പൈസ കൊടുത്ത ഗ്രൂപ്പിന്റെ ഭക്ഷണമല്ല, ഒരു ഹോട്ടലിൽ കയറി 2 പൊറോട്ടയും ഒരു ബീഫ് കറിയും കഴിച്ചു, 5 റിയാൽ കൊടുത്തു. പക്ഷെ കറി രസമില്ലെങ്കിൽ എങ്കിൽ പോലും കുറ്റം പറയാൻ പാടില്ല. കാരണം ആ ഭക്ഷണം മെയ്ഡ് ചെയ്തത് അൽ മദീനത്തുൽ മുനവ്വറയിലാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറ്റം പറയാൻ അവകാശമൊക്കെ ഉണ്ട്, ചീത്ത പറയാം ഹോട്ടലുകാരനെ. പക്ഷെ ഒരാശിക്കായ ആൾ കുറ്റം പറയാം, കാരണം അത് മദീനത്തുണ്ടാക്കിയ ഭക്ഷണമാണ്. അപ്പൊ ഈ ഹജ്ജ് ക്ലാസ് ഒക്കെ എടുക്കുന്ന ഉസ്താദ്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹജ്ജിനെ കുറിച്ച് അത്ര ദീർഘമായി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാ സമയത്തും ഹാജിമാരുടെ കൂടെയാണല്ലോ, അല്ല അമീറുമാരുടെ കൂടെയാണല്ലോ ഹാജിമാർ ഫോളോ ചെയ്യുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ മദീനയെ പേടിക്കണം.
മദീനയെ ഭയക്കണം. അതൊന്നുമില്ലാതെ ഓടി അങ്ങോട്ട് പോവുക, അവിടുന്ന് കുറച്ച് അത്തറൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരുക. നിങ്ങൾ മദീന എങ്ങനെയുണ്ട്? മദീന ഭയങ്കര ഇടങ്ങറാന്ന് പറയാ. ഇത് ഹൃദയപരമായ സുന്നിയുടെ പ്രണയമല്ല. ഏതാണ് മദീന നമ്മൾ മനസ്സിലാകണം. ആ മദീനത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഒന്നിച്ച് മാബാബു സലാമിലൂടെ കയറാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പറയിസ്റ്റാ. നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചാണ് എല്ലാവരും. ഇനി ഉറക്കൊരാമീൻ പറയും. ഇത്രയുള്ള നിങ്ങളുടെ റെസ്പോൺസ് അല്ലേ? ഒന്ന് ഉറക്കാമീൻ പറയിസ്റ്റാ. അങ്ങനെയൊന്നും പോരട്ടാ, ഒന്ന് ഉറക്ക പറയും. നിങ്ങൾ സദസ്സ് ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒറ്റ തവണ മാത്രമാണ് ഇത് പരിശോധിക്കുള്ളൂ. ഒന്നുകൂടി ഒന്ന് ഉറക്കാമീൻ പറയും. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ദീർഘായുസ് കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ രോഗശമനം നൽകണമേ. എന്താണ് മവ്വല് ചരിത്ര പ്രസിദ്ധമായ ഒരു മക്കാമുള്ള സ്ഥലല്ലേ? വളരെ പ്രഗത്ഭരായ കമ്മിറ്റിക്കാരും നീണ്ട പതിറ്റാണ്ടുകളായി ഉറൂസ് നടക്കുന്ന സ്ഥലല്ലേ? നിങ്ങൾ ഒരു അന്തം ഇല്ലാതെ എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഇതാണ് ഞാൻ ലൈവ് കാണുന്നത്. ചിലർക്ക് കത്തിയുണ്ട്, ചിലർ ചിരിക്കുന്നുണ്ട്. മരിച്ചുപോയവർക്ക് ദീർഘായുസ് കൊടുക്കണേന്ന് ഞാൻ തോന്നുന്നു. മരിച്ചുപോയവർക്ക് എന്തുണ്ട് ദീർഘായുസ്? മരിച്ചുപോയവർക്ക് രോഗം മാറ്റണേ എന്നാ പറഞ്ഞു. നിങ്ങളുടെ കുഴപ്പമില്ല, ഞാനങ്ങനെ വേറക്കാൻ പാടില്ലായിരുന്നു. മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു സ്വർഗം നൽകട്ടെ. ഈ വയല് പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. 2 മണിക്കൂർ നമ്മള് മനുഷ്യന് 2-3 മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ ഏതെങ്കിലും മൈൻഡിൽ ഇങ്ങനെ ഒരു ഹാലിൽ ഇങ്ങനെ ഇരിക്കും. അതാണ് പ്രശ്നം. റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങനെ ഒരു ഹാല് കേൾക്കാൻ പറ്റില്ല. ഞാൻ പറയാറുണ്ട്, അടുക്കളയിൽ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന പ്രസംഗം കേൾക്കരുത്. ഇനി കിതാബിലുണ്ടോന്നൊന്നും ചോദിക്കരുത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻപറ്റാം. റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കരുത്. അത് അതിനായി സമയം കണ്ടെത്തുക. അതുവല്ല ഖബറോ മഹ്ശറയോ രോഗാവസാനമൊക്കെ തകർപ്പൻ പ്രസംഗം ഉണ്ടാവില്ല. അതൊക്കെ വെണ്ടക്കറിയുമ്പോഴും മീൻ മുറിക്കുമ്പോഴൊക്കെ അങ്ങനെ കേട്ടോളൂ. ഏതുപോലെ നമ്മൾ ഖുർആൻ വെച്ചിട്ട് ഇങ്ങനെ പോകും കാറിൽ. കുറച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യും, മറ്റെന്തെങ്കിലും ചർച്ച ചെയ്യും. അപ്പോഴും ഖുർആൻ ഇങ്ങനെ ടേപ്പ് റെക്കോർഡിൽ പോകുന്നുണ്ടാവും. അത് ഖുർആനിനോടുള്ള അനാദരവാണ്, അദബ് കേടാണ്. അങ്ങനെ ചെയ്യരുത്. ഇനി അങ്ങനെ കിതാബിലുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ഖുർആനൊന്നും അങ്ങനെ വെറുതെ വെച്ച് പോകാൻ പാടില്ല. കാറിൽ എല്ലാ സിനിമ പാട്ട് വെച്ച് പോകായിരുന്നു. വർത്താനം പറഞ്ഞിട്ട് ഖുർആൻ കേൾക്കണേക്കാൾ നല്ല സിനിമ പാട്ടൊക്കെ. ഇനിയിപ്പോ നാളെ ഇങ്ങനെ വാട്സപ്പിൽ വരിക, ഖുർആനേക്കാൾ നല്ലത് സിനിമ പാട്ടാണ് ബഷീർ ഫൈസി. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഖുർആൻ ഇങ്ങനെ കാറിൽ വെച്ചിട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പോകുന്നതിലേക്ക് നല്ല സിനിമ പാട്ട് വെക്കാന്ന് പറഞ്ഞു. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുള്ള അത് ഏത് സുന്നത്ത് ജമാഅത്തിന്റെ ആലി പ്രസംഗിക്കലും ബഷീർ ഫൈസി എന്നല്ല, ആര് പ്രസംഗിക്കുകയാണെങ്കിലും റസൂലുള്ളാഹിനാണെങ്കിൽ അത് കേൾക്കാൻ പറ്റുന്നത് ഡെഡിക്കേറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്ത് കേട്ടാൽ മതി. കാരണം അതിനൊരു ആദരവുണ്ട്. ഹബീബായ നബി നമ്മൾ മനസ്സിലാക്കിയ ഒരാളല്ല. അതുകൊണ്ട് നമ്മൾ റൗളയിലേക്ക് കടക്കാൻ പോവാണ്. കയറില്ലേ? ഇതിൽ മദീനത്ത് പോയവരെന്ന് കൈവന്തിച്ചാണ്. ഇനി അത് തട്ടിപ്പാന്ന് കരുതണ്ടാവും. ഞാൻ സത്യസന്ധമായി ചോദിച്ചാൽ മദീനത്ത് പോയവരൊന്ന് നാണക്കെടുണ്ട്. കൈ വെക്കാൻ മദീനത്ത് പോകുക എന്ന് പറഞ്ഞാൽ നാണക്കെടുള്ള കാര്യമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ആൾക്കാർ പോയിട്ട്. അല്ലാഹുവേ കബൂൽ ചെയ്യണേ റബ്ബേ. പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് അല്ലാഹു ഈ ദിവസത്തിന്റെ ഈ മദ്ഹ് പറയുന്നതിന്റെ ബർക്കത്തോട്, ഇവിടെ കിടക്കുന്ന മഹാനായ വലിയവர்களுടെ ജാഹ് ബർക്കത്തോട്, ഇവിടെ എവിടെയെങ്കിലും ആശിക്കീങ്ങളായ ഏതെങ്കിലും ഒരാൾക്ക് ഈ പരിപാടി വീക്ഷിക്കണം, അയാളുടെ ബർക്കത്തോട് അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും മദീനത്ത് പോവാൻ അതിനുള്ള സംവിധാനം ഒരുക്കി തരണേ അല്ലാഹുവേ. മദീനത്ത് പോകാതെ മരിക്കരുത് മുഅ്മിനീങ്ങളെ. ലൈഫിലെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരിക്കും മദീന കാണാത്ത മരണം. എങ്ങനെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ മദീനത്ത് പോകണം. ആഗ്രഹിച്ചോളൂ, നിങ്ങൾ അത്ഭുതകരമായി മദീനത്തെത്തും. മുഅ്മിനീങ്ങളെ, ബാബുസ്സലാം എന്ന വാതിലിലൂടെയാണ് നമ്മൾ കയറുന്നത്. ഈ സംസാരം സ്ത്രീകൾ കേൾക്കുന്നുണ്ടോ? എവിടെ? വേറെ സ്ഥലത്താണ്. അത് സ്ക്രീനിൽ കാണുക. അപ്പൊ അത് ലൈവാന്ന് പറഞ്ഞു. രണ്ടും ഒന്നിച്ചു കൊടുക്കണില്ലേ? മുഅ്മിനീങ്ങളെ, സാധാരണ സ്ത്രീകൾക്ക് ബാബുസ്സലാമിലൂടെ കയറാൻ പറ്റില്ല. നേരിട്ട് ശരീരം കൊണ്ട് പോയാൽ കയറാൻ പറ്റില്ല. അവര് ഡോർ നമ്പർ 55, 55-ാം ഡോറിലൂടെയാണ് കയറേണ്ടി വരിക.
അറിയാലോ, ബഖീന്റെ അടുത്തുള്ള ഡോറിലൂടെ. പക്ഷെ അവരെ നമ്മൾ ഒന്നിച്ച് സങ്കല്പയാത്ര ആയതുകൊണ്ട് ഒന്നിച്ച് നമ്മൾ ബാബുസലാമിലൂടെ കൊണ്ടുപോവുകയാണ്. ലൈറ്റ് ഓഫ് ആയി. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ലൈറ്റൊക്കെ ഓഫ് ആയിക്കോളൂ കേട്ടോ. ബാബുസലാമിലൂടെ നമ്മൾ ഒന്നിച്ചു കയറുകയാണ്. മബൈന ബൈതി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നഹ വമിൻബരി അലാ ഹൗദി. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് വിശേഷിപ്പിച്ച സ്ഥലം. ഹബീബിങ്ങളെ 10 മീറ്റർ നമ്മൾ നടന്നാൽ അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മുസ്തഫായ റസൂലുള്ളാഹിന്റെ കാലത്തെ മസ്ജിദുൽ നബവിയുടെ അതിർത്തിയിലാണ്. എന്നെങ്കിലും ശരീരം കൊണ്ടുപോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിൽ. അതായത് ഹബീബായ നബിയുടെ കാലത്തെ ഈന്തയോലകളുടെ ഹരിതചാമരം വെഞ്ചാമരം വീശിയ ഈ തപ്പനയുടെ തണ്ടുകൾ കുത്തി പൊക്കിയ പള്ളിയില്ലേ മസ്ജിദുൽ നബവി, അതിനൊരു അതിർത്തി ഉണ്ടാകും. ഈ മൗവൽ ജുമാ മസ്ജിദ് ഒരു പക്ഷേ പഴയ കാലത്തുണ്ടായതിനേക്കാൾ ഇപ്പൊ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. പഴയ കാലത്തുള്ള പള്ളിയുടെ ഒരു അതിർത്തി ഉണ്ടാകുമല്ലോ, അതുപോലെ മസ്ജിദുൽ നബവിക്ക് ഒരു അതിർത്തിയുണ്ട്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാലുകുത്തുമ്പോ ഓർക്കണം, 14 നൂറ്റാണ്ട് മുമ്പേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയതാണ് അവിടെ. അവിടത്തെ പരമപരിശുദ്ധമായ നൂറാനിയത്തിന്റെ തിരുനെറ്റി മുട്ടിയ മണ്ണാണത്, സഹാബത്ത് ഇരുന്ന മണ്ണാണത്. ഇപ്പോഴത്തെ കാർപ്പറ്റല്ല അതിന്റെ താഴെ. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങി, ഞാനുണ്ട്, സുഹൈൽ പൈസയുണ്ട്, ബുർദ പാടുന്ന മറ്റേ ഉസ്താദുണ്ട്, ഈ കുട്ടിയുണ്ട്, ഇവിടെയുള്ള എല്ലാവരുമുണ്ട്. ശബ്ദം താഴ്ത്തിപ്പിടിച്ചോളൂ, കണ്ണ് നിറക്കാൻ ശ്രമിച്ചോളൂ, ചുണ്ടു വിതുമ്പി തുടങ്ങട്ടെ, കാലിലൊരു കോരിത്തരിപ്പ് അരിച്ചു കയറട്ടെ. മസ്ജിദുൽ നബവിയിൽ റൗള ശരീഫിൽ ചെന്ന് നിൽക്കാൻ പോകുമ്പോ മിമ്പറിന്റെ അടുത്തുള്ള കവാടത്തിലൂടെ കയറുമ്പോ ഹബീബിങ്ങളെ 9 തൂണുകൾ കാണാം അവിടെ. 1 ഉസ്തുവാനത്തു ഹന്നാന, 2 ഉസ്തുവാനത്തു ആയിഷ, 3 ഉസ്തുവാനത്തു അലി, 4 ഉസ്തുവാനത്തുൽ വുഫൂദ്, 5 ഉസ്തുവാനത്തു സരീർ, 6 ഉസ്തുവാനത്തു തഹജ്ജുദ്, 7 ഉസ്തുവാനത്തു തൗബ, 8 ഉസ്തുവാനത്തുൽ ഹിർസ്, 9 ഉസ്തുവാനത്തു ജിബ്രീൽ. 9 തൂണുകൾ കാണുന്നില്ലേ നിങ്ങൾക്ക് റൗള ശരീഫിൽ? ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ
അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൗബലക്കയെന്ന് ചൊല്ലാമോ മെല്ലെ ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ മുത്തേ കെടുത്താത്ത നൂറന്നിൽ തരുമോ മുത്തം നടന്നോട്ടെ നബി പോയ വഴിയേ മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ ഒന്ന് കുടിച്ചോട്ടെ സംസം നീലാവേ ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ ഒന്ന് കുടിച്ചോട്ടെ സംസം നീലാവേ ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ തട്ടിത്തെറിപ്പിക്കല്ലേ എൻ്റെ പൂവേ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ പാദം വീര കൊണ്ട് പതറുന്നു താനേ പാവമാണേ കരളിൻ്റെ കരളേ പാവമാണേ കരളിൻ്റെ കരളേ പാവമാണേ കരളിൻ്റെ കരളേ പാതി വഴി എന്നെ മടക്കല്ലേ തേനേ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ മദീനത്തെ മലർമണ്ണി മരതക മണലിൻ്റെ കവിളി ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ടേ മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമി ഒന്നു ചൊല്ലണം പോതിയും പൂണ്ടേ മണം നീരി കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ
മദദിനായൊരു മദ്ഹ് ഗാനം ഞാനുമൂരണ്ടേ മധുരമാണ് നരിഞ്ഞാരെ മദദ് പലരും പറഞ്ഞാരെ മഹബത്തിൻ നഹിതായിടാനൻ അൽബകം വിണ്ടേ ത്വയ്ബമിനാരത്തിൽ ചിത്രങ്ങളൻ മന നിത്യം കിണ കാണവേ ത്വഹായി പാവത്തിൽ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ ത്വയ്ബമിനാരത്തിൽ ചിത്രങ്ങളൻ മന നിത്യം കിണ കാണവേ ത്വഹായി പാവത്തിൽ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. റൗള ഷരീഫിന്റെ തണുപ്പിൽ ശാന്തനിശബ്ദതയുടെ ഒരാഴങ്ങളിലേക്ക് നമ്മൾ ഊളിയിടാൻ പോവുകയാണ്. നോക്കിപ്പോ ഈ സദസ് എന്തൊരു നിശബ്ദതയാണ്. ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ശബ്ദ കോലാഹലവുമില്ല, ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു നിലവിളി പോലും ഇല്ലാത്ത calm and quiet. ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും നമ്മൾ റൗളയിലാണ്. 9 തൂണിനും കഥ പറയാനാണ്. നമ്മളവിടെ നിന്ന് ആലോചിക്കുകയാണ്, റബ്ബേ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മിമ്പറിലല്ലേ എൻ്റെ ഹബീബ് ഇരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളൂ. അവിടെ ചിലപ്പോ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ ചില അമീറുമാര് പറയും, വേഗം തിരക്കി നിസ്കരിച്ചോളൂ കേട്ടോ, കറുപ്പന്മാര് വരും. ഉമനെ ബിലാലിന്റെ ആളുകളല്ലേ അവർ. 8 മീറ്റർ അടുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നുണ്ട്. അവിടെ വെച്ച് മലയാളി തനി ഗുണം കാണിച്ചിട്ട് പറയാണ്, തിരക്കിക്കോളി, എങ്ങനെയെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചോളി. എന്തിനാണ് മുമ്പിനെ അവിടെ തിരക്കിയിട്ട് നിസ്കരിക്കണം? ആരുടെ മുന്നിലാണ് നിന്ന് തിരക്കുന്നത്? നമ്മൾ മവൽ ജുമാ മസ്ജിദിൽ നിസ്കരിക്കുന്ന പോലെയാണോ റൗള ഷരീഫില്? തൊട്ടടുത്ത് കിടക്കുന്നതാരാ? സൂര്യചന്ദ്ര നക്ഷത്ര ഗോളതാരപഥങ്ങള്, മാമലകള്, സമതലങ്ങള്, ആറുകള്, പുഴകള്, ജലാശയങ്ങള്, അർശിന കുർശിന ലൗഹിന കലമിന്, ബൈത്തുൽ ഉസ്സയ ബൈത്തുൽ മഅ്മൂറിന്, സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അങ്ങേ അറ്റത്തെ ഇലന്ത വൃക്ഷമായ സിദറത്തുൽ മുന്തഹ. എല്ലാം പടയ്ക്കാൻ കാരണഭൂതർ. അനമിൻ നൂരില്ലാ അനമിൻ നൂരില്ലാ അനമിൻ നൂരില്ലാ. ഞാൻ അല്ലാഹുവിന്റെ നൂറാണ്. വകുല്ലു ശൈഇൻ മിൻ നൂരി, എന്റെ നൂറിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായതെന്ന് പറഞ്ഞ സുലുസൂക കാഫൂറുൽ റുബൂക അംബറു ഖുമുസൂക യഖൂതുൽ ബാഖീക ജൗഹറു. മുത്തായ രത്നമായ ഗോമേതകമായ മരതകമായ വജ്രമായ വൈഡൂര്യമായ സ്വർണമായ വെള്ളിയായ യാഖൂത്തും വമർജാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകാരികതയോടെ നിൽക്കണം റൗളയിൽ. നോക്കൂ, നിങ്ങൾ ആ മിമ്പറിൽ പുണ്യനബി ഇരിക്കുന്നത് കണ്ടോ? 14-ാം രാവ് ഉദിച്ചതുപോലെയുള്ള മുഖകമലമേ, ഇടത്തു നിന്ന് വലത്തോട്ട് ചീകി വെച്ച കേശാലങ്കാരം, ചിലപ്പോൾ ചെവിക്കുന്നിവരെ, ചിലപ്പോൾ തോളുവരെ, ചുരുണ്ട മുടിയല്ല,
കോലൻ നീളൻ മുടിയല്ല അഴകാർന്ന ഉള്ളുള്ള മുടി മുഹമ്മദ് മുസ്തഫ. എന്തൊരു ചന്തായിരിക്കില്ല റസൂലുള്ളാഹിനെ കാണാൻ. റൗളയിൽ നിന്നിട്ട് അങ്ങനെ ആലോചിച്ച് കരയണം. ഇനി ഒരിക്കൽ നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോയാൽ ബഷീറിന്റെ ഈ വാക്കുകളും ഈ രാത്രിയും മറക്കരുത്. മവ്വൽ കമ്മിറ്റി നടത്തിയ പരിപാടി കൊണ്ട് ഈ ഒരു ഉപകാരമെങ്കിലും ഉണ്ടാകണമല്ലോ. റൗളയിൽ ഇങ്ങനെ ആർദ്രമായി നിൽക്കണം. ജമാഅത്തുകാരൻ പോയി നിന്ന പോലെ പ്രകടനപരതയായി നിൽക്കരുത് കേട്ടോ. ഹബീബിന്റെ മുഖം കണ്ടോ? അവിടത്തെ വിശാലമായ നെറ്റിത്തടം. പടച്ചോനെ, എന്റെ ഹബീബിന്റെ പുരികക്കൊടിങ്ങൾ നീണ്ടു വളഞ്ഞതാണ്, രണ്ടും കൂട്ടിമുട്ടിയിട്ടില്ല. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടാണത്. അവര് പറഞ്ഞു മുട്ടിയിട്ടുണ്ട്. അത് ഹിജറ പോകുമ്പോൾ ഉമ്മു അഹ്മദിന്റെ പാലാണ്, ആടിന്റെ പാലാണ് റസൂലുള്ള വാങ്ങി കുടിച്ചത്. അപ്പോൾ വയർപ്പും മണൽക്കാറ്റുമേറ്റ് ഒരുപക്ഷെ ഉമ്മു മഅബദ് ബീവിക്ക് തോന്നിയതാകാം റസൂലുള്ളാന്റെ പുരികം കൂട്ടിമുട്ടിയിട്ടുണ്ടെന്ന്. മുട്ടിയിട്ടില്ല, മുട്ടിയ പോലെ തോന്നും. ഹബീബിന്റെ മൂക്കുണ്ടല്ലോ, നാസിക നീണ്ടതാണ്, മധ്യമൽപ്പം ഉയർന്നതാണ്, വലുതോ ചെറുതോ അല്ലാത്ത നാസ്വാദ്വാരങ്ങളാണ്. അനസ് തങ്ങൾ പറയാണ്, ഹബീബിന്റെ മൂക്കിൽ തുമ്പത്ത് ഒരു രത്നക്കല്ല് പതിച്ചതുപോലെ തിളങ്ങുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് അനസ് തങ്ങള്. സൗന്ദര്യമേ മുഹമ്മദ് മുസ്തഫ. എന്റെ ഹബീബിന്റെ കണ്ണുണ്ടല്ലോ, കണ്ണ് വിശാലമായ വിരിഞ്ഞ കണ്ണാണ്. ചെറിയ കണ്ണുകൾ സൗന്ദര്യക്കുറവല്ലേ? ഹബീബിന്റെ വിശാലമായ വിരിഞ്ഞ കണ്ണാണ്. സുറുമയിട്ടതുപോലെയുണ്ട്. ഹബീബിന്റെ കൺപീലികൾ നീണ്ടതാണ്. എന്റെ ചെറുപ്പക്കാരെ, ഹബീബിങ്ങളെ, ഒരു മനുഷ്യന്റെ കണ്ണിന്റെ പീലിയുടെ വലിപ്പം വരെ കൃത്യമായി റെക്കോർഡാണ്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ കടന്നുപോയിട്ടുണ്ടോ? ഉസ്താദുമാർക്കറിയാം. ഞാൻ പ്രായമുള്ളവരോട്, ചെറുപ്പക്കാരോട് പറയാണ്, ശമായിലു തുർമുദി, പുണ്യനബിയുടെ ചലനം, പുണ്യനബിയുടെ നിശ്ചലനം, പുണ്യനബിയുടെ മന്ദഹാസം, പുണ്യനബിയുടെ മൗനം, പുണ്യനബിയുടെ നടത്തം, പുണ്യനബിയുടെ ഇരുത്തം, പുണ്യനബിയുടെ ചിരി, പുണ്യനബിയുടെ ഭക്ഷണം, പുണ്യനബിയുടെ വസ്ത്രധാരണ രീതി, പുണ്യനബിയുടെ ആകാര സൗഷ്ഠവം, പുണ്യനബിയുടെ മൂക്കിന്റെ വലിപ്പം, പുണ്യനബിയുടെ പെരടിയുടെ വലിപ്പം, അങ്ങനെ ഒരു മനുഷ്യന്റെ അണുവിട വിട്ടുപോകാതെ രേഖപ്പെടുത്തിയ വാള്യക്കണക്കായ ഗ്രന്ഥങ്ങളുണ്ട് ലോക ചരിത്രത്തിൽ. ഭൂമിക്ക് മുകളിൽ യാ അല്ലാഹ് ഇങ്ങനെ ഒരാൾ കടന്നുപോയിട്ടില്ല. അതുകൊണ്ടാണ് അത്ഭുതം പൂണ്ടിട്ട് ഫിലിപ്പ് കെ ഹിറ്റി ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, വിത്തൗട്ട് എ പാലസ്, without a bodyguard, without a standing army, without a fixed deposit, it's a Muhammad. Prophet Muhammad is the only one powerful man in world history, a legend of world history. Without a palace, മുഹമ്മദിന് കൊട്ടാരം ഉണ്ടായിരുന്നില്ല. നഫസീൽ ഹൈ, നഫസീൽ ഹൈ, നമഹൽ സറാ. ഹബീബിന് കൊട്ടാരവും കോട്ടക്കൊത്തളങ്ങളും ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് എ ബോഡിഗാർഡ്, അംഗരക്ഷകനുണ്ടായിരുന്നില്ല. 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന ജസീറത്തുൽ അറബിന്റെ ഒരു മഹാസാമ്രാജ്യത്തിന്റെ അധിപന് സൈന്യം, ആർമിയായി നിന്നിട്ടില്ല. എല്ലാരും ആവശ്യം വരുമ്പോ യുദ്ധം ചെയ്തിട്ടുണ്ട്. അല്ലാതെ റസൂലുള്ളാഹിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നമ്മുടെ പ്രസിഡന്റ് എഴുന്നള്ളുന്ന മാതിരി, പ്രധാനമന്ത്രി വരുന്ന മാതിരില്ല സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് എ ഫിക്സഡ് ഡിപ്പോസിറ്റ്. മുഹമ്മദ് നബിക്ക് ഒരു സ്വിസ് ബാങ്കിലും അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. Prophet Muhammad is the only one cheerful man in world history. ലോക ചരിത്രത്തിൽ അത്ഭുതം. ഇത് പറയുന്നത് ബഷീർ ഫൈസി അല്ല, മുസ്ലിം ആകാത്ത ആരെ പറഞ്ഞു? ഞാൻ ഫിലിപ്പ് കെ ഹിറ്റിയാണ്. അയാളെ അത്ഭുതപ്പെടുത്തിയതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ രേഖപ്പെടുത്തി.
എന്തിനാണ് യുക്തിവാദികളുടെ വർത്തമാനം കേട്ട് ചെറുപ്പക്കാരാ ഹബീബിന്റെ പേരിൽ നാണക്കെടുപ്പെടും വിഷമിക്കുന്നത്? എന്തിനാണ് ആരിഫും ഹുസൈൻ പറയുന്നത് കേട്ടിട്ട് നീ വിഷമിക്കുന്നത്? നിന്റെ നബിയെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്. എന്റെ റസൂലുള്ളാന്റെ കണ്ണിലെ കൃഷ്ണമണിയില്ലേ, കറുപ്പാണ്. കൃഷ്ണമണിയുടെ നടുവിൽ ഒരു നീല ജ്വാല പോലെ. അല്ലാഹുവേ, കാണാതെ മരിച്ചുപോയ നഷ്ടല്ലോ മുനിയോ. ഫിൽ യഖലത്തി ഔ ഫിൽ മനാം, കിനാവിലോ യഖലത്തി. റോസാദളത്തിൻ ചെണ്ട്, റോജാ റസൂലിൻ ചുണ്ട്, രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ജായിബ്. കണ്ണിൽ രണ്ട് ചെമന്ന വരകളുണ്ട്, ചേലിൽ തിളങ്ങും കണ്ണ്, താജിൽ വിളങ്ങും പൊന്ന്, താരാപദങ്ങൾ വന്ന് വാഴ്ത്തുന്ന കാമില. അനസ് തങ്ങൾ പറയാണ്, മുത്തുനബിയുടെ കണ്ണിൽ രണ്ട് ചമന്ന ഞരമ്പുകളുണ്ട്, കുഞ്ഞു ഞരമ്പുകൾ. അവിടത്തേക്ക് ദേഷ്യം വരുമ്പോൾ അത് തിളങ്ങുന്നത് ഞാൻ കണ്ടു. രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ജാഹിബ്, ചേലിൽ തിളങ്ങും കണ്ണ്, താജിൽ വിളങ്ങും പൊന്ന്, താരാപദങ്ങൾ വന്ന് വാഴ്ത്തുന്ന കാമില്. ഒരു 100 മാരിവില്ലൻ കനവിൽ വന്നതോ, അതിലേറെ ശോഭ ഞാനൻ നബിയിൽ കണ്ടതോ. ഒരു മുത്തമിടാന സവാദ് തങ്ങൾ വിമ്പിയ പൂമുഖമേ, ഒരു മുത്തമിടാന സവാദ് തങ്ങൾ വിമ്പിയ പൂമുഖമേ. അത് കിട്ടിയ ഫാത്തിമ വഫാത്തിൻ നേരം പൊട്ടിയ പൂങ്കരളേ. പദപങ്കജം പതിയും ഇടും പുണർന്നിടുവാൻ തരുമോ, പനി നീർമണം പകരും കരം തഴുകിടുവാൻ തരുമോ. സ്വലാത്തിന്റെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാൻ, സുഗന്ധത്തിൻ തോണിയിൽ സുവർഗത്തിൽ പോയി ഞാൻ. സലാം ചൊല്ലി നോക്കി ഞാൻ സുവർണത്തിൻ താജരേ, സ്വയം മറന്നു ഞാൻ സുഗരസമതുമഴയിൽ. ചിരിമണി ചിതറുന്നൊരുളി കമരേ, തിരുമൊഴി വിതറുന്നൊരു ദിബദിരേ, തിരകളിലൊഴുകി വന്നകന്നിരേ, അഴകിലും അഴകിൻ്റെ തിരുനബിയേ. മുന്നാര പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരോ, പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരോ. പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരോ. പഞ്ചാര തിരുമേനി മണത്തവ ഇരുജഗമിൽ താരോ. എന്നാണെൻ്റെ കിനാക്കൊതി തീരണ രാവ് റസൂലല്ലാ. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണെൻ്റെ കിനാക്കൊതി തീരണ രാവ് റസൂലല്ലാ. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. മണ്ടാവജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്, മണ്ടാവജ്ഹക
യസ്അദ് യാ ഹബീബല്ലാഹ് പുന്നാര പൂവിൻ്റെ കവിൾ തടം എന്തൊരലങ്കാരം പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ കെന്തു ചമൽക്കാരോ പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരം പഞ്ചാര തിരുമേനി മണത്തവം ഇരുജഗമിൽ താരോ. ഒരു കവിയുടെ വർണ്ണനകളിൽ പോലും മുസ്തഫായ നബിയുടെ സൗന്ദര്യത്തിന്റെ ഒരു ആവിഷ്കാരം എന്താണ്? അപ്പൊ ഇന്ന് രാത്രി കാണുകയാണെങ്കിലോ ഹബീബിങ്ങളെ, ലൈറ്റ് ഓഫാക്കിയത് എന്തിനാണെന്നറിയോ? എല്ലാം മറന്നൊന്നിരുന്ന് കരയാനാണ്. ഹബീബിനെ കാണണമെന്ന വാശിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ പടച്ചവനോട് പറയും, പടച്ചവനെ കാണിക്കണേ കാണിക്കണേ അല്ലാഹു. നമ്മുടെ കുട്ടികളൊരു ബക്കറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ റൗളയിലാണ്, ആ ഡിസ്റ്റർബൻസ് ആകണ്ട. എന്നാലും ഈ പരിപാടിയുടെ ചെലവിലേക്ക് വേണ്ടി ഒരു ബർക്കത്തിന് വേണ്ടി ഒരു ഹദിയ എല്ലാ ദിവസവും കൊടുക്കുന്നവർക്ക് കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ റൗളയിലാണ്, അത് മറക്കരുത്. റൗളയിൽ നിന്ന് മിമ്പറിലേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നൊരു കാഴ്ച പോലെ ഇങ്ങനെ പറയാ, ഹബീബിന്റെ ചുണ്ടുകളോ ചെറുഞ്ചിപ്പഴം തുടുത്ത പോലെയുള്ള ആദരപുടങ്ങൾ, അവിടൊന്നൊന്ന് ചിരിച്ചാലോ നക്ഷത്ര കുഞ്ഞുങ്ങൾ അരിച്ചു നടക്കുന്നത് പോലെ തിളങ്ങുന്ന ദന്തനിരകൾ. റസൂലുള്ള പൊട്ടിച്ചിരിക്കാറില്ല, പുഞ്ചിരിക്കാറാണ് പതിവ്. ഹബീബേ, ഹബീബിങ്ങളെ, എന്റെ നബി സംസാരിക്കുമ്പോൾ പവിഴമുത്തുകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ സ്ഫുടസമാനമായ സംസാരമാ. നമ്മൾ റൗളയിൽ നിന്ന് നോക്കുമ്പോ റബ്ബേ, എന്റെ നബി മിമ്പറിൽ നിന്നല്ലേ സഹാബത്തിനോട് സംസാരിച്ചത്. മുത്തുനബിയുടെ വായിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിയുന്നത് പോലെ സ്ഫുടസമാനമായ സംസാര സവിശേഷ സായുജ്യ സാരഥ്യ സൗന്ദര്യ സാന്നിധ്യ സയ്യിദുൽ കൗനൈൻ മുഹമ്മദ് മുസ്തഫ. എന്റെ നബിയുടെ താടി ഒരു കൈ കൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന താടി രോമം, കവിളൊട്ടിയതാണോ അല്ല, മാംസം തിങ്ങിയതാണോ അല്ല, വട്ടമുഖമാണോ അല്ല, എന്നാൽ നീളമുഖമാണോ അല്ല, ബലിഷ്ഠമായ പെരടി, തൂലുൽ മർബൂഅ, വിശാലമായ ചുമല്, വിരിഞ്ഞ നെഞ്ചിൻ കൂട്, താഴോട്ടൊരു രോമരാജി ഇറങ്ങിയിട്ടുണ്ട്. വയറൊട്ടിയതല്ല, എന്നാൽ കുംഭവയറുമല്ല, നെഞ്ചും വയറും ഒരുപോലെ സമമെന്ന് അനസ് തങ്ങൾ. ചെറുപ്പക്കാരെ, എന്റെ ഹബീബിന്റെ വയറിൽ 3 ചെറിയ ചുളിവുകളുണ്ട്. ഇപ്പൊ ചില ആളുകൾ 6 പാക്ക് എന്ന് പറഞ്ഞ് ചുരുട്ടുണ്ടാക്കുന്നില്ലേ? ചുളിവുകൾ 3 എണ്ണം 6 പാക്ക് എന്ന്. ജിമ്മില് പോയി ഒരു ജിമ്മിലും പോകാത്ത മുസ്തഫാന്റെ നെഞ്ചില് 3 കൊച്ചു ചുളിവുകളുള്ള. കൈകാലുകൾ നീണ്ടതാണ്, തൊട്ടാലോ യമനീ പട്ടിന്റെ മാർദ്ദവമാണ്. എന്റെ നബി ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആ വഴികളിൽ മുഴുവൻ അത്തറിന്റെ പരിമളമാണ്. എന്റെ റസൂല് സൂര്യൻ അഭിമുഖമായി നടന്നാല് ഇപ്പുറത്ത് നിഴല് വരൂല്ല. എന്റെ ഹബീബ് ഉറങ്ങുമ്പോൾ കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല്ല. എന്റെ നബി മുന്നിലേക്ക് കാണുന്നത് പോലെ പിറകിലേക്കും കാണാൻ കഴിയുന്നവരാണ്. എന്റെ നബി കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്താൽ ഭൂമിയിൽ അത് അവശേഷിക്കാറില്ല. എന്റെ റസൂലുള്ളാന്റെ ശരീരം ഹിമത്തണുപ്പാണ്, അടുക്കാൻ കഴിയാത്ത ഹൈറേഞ്ചിലെ ഡിസംബറിലെ തണുപ്പല്ല. ആസ്വാദകരമായ ഒരു മഞ്ഞിന്റെ കുളിർമ ഹബീബിന്റെ ശരീരത്തിലുണ്ട്.
എന്റെ ഹബീബ് 63 കൊല്ലക്കാലമാണ് ജീവിച്ചത്. ഹബീബിങ്ങളെ, ഇനി പറയുന്നത് ഞെട്ടലോടെ കേൾക്കണം. 63 കൊല്ലമാണ് ജീവിച്ചത്. ജനിച്ചത് മുതൽ നീണ്ട 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എവർ നെവർ ഒരിക്കൽ പോലും എന്റെ ഹബീബിന്റെ തിരുശരീരത്തിൽ ഒരു പ്രാണി വന്നിരുന്നിട്ടില്ല. ഒരു കൊതുക് വന്നിരുന്നിട്ടില്ല. ഒരു ഈച്ച വന്നിരുന്നിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിമ്പർ എന്തൊക്കെ ഓർമ്മയാണ് നൽകുന്നത്. ആ മിമ്പറിലാണ് വഫാത്തിന്റെ 3-ാം നാൾ. 3 ദിവസം മുമ്പ് റസൂലുള്ളാഹ് 2 സഹാബികളുടെ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ വരികയാണ്. ഹദീസിൽ കാണാ റസൂലുള്ളാഹിന്റെ കാൽപാദം മദീന മസ്ജിദുൽ നബവിയിലെ മണലിൽ ഇങ്ങനെ ഒരഞ്ഞിട്ടാണ് വന്നത്. നേരെ കാലുവെക്കാനാവാതെ മിമ്പറിലിരുന്ന് റസൂലുള്ളാഹി ചോദിച്ചു, അല്ലാഹു എനിക്ക് പറഞ്ഞു തന്ന ദീന് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? ബലാ യാ റസൂലല്ലാഹ്. സഹാബത്ത് കരച്ചിലാണ്. ദിവസങ്ങളായി പുണ്യനബിയുടെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. 7 കിണറ്റിലെ വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി വിടവാങ്ങാൻ പോവുകയാണ് മുഹമ്മദ് മുസ്തഫ. 163 കൊല്ലക്കാലം നന്മയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ്, സ്ത്രീകളുടെ മോചനത്തെക്കുറിച്ച് സംസാരിച്ച, സത്യമുയർത്തിപ്പിടിക്കാൻ പറഞ്ഞ്, കളവ് പറയരുതേ എന്ന് പറഞ്ഞ്, മദ്യപിക്കരുതേ എന്ന് പറഞ്ഞ്, എല്ലാരോടും പുഞ്ചിരി കാണിച്ച, ശത്രുവിനോട് പോലും കരുണ കാണിച്ച നായകൻ വിടവാങ്ങാൻ പോവുകയാണ്. നമുക്ക് വല്ല വിഷമമുണ്ടായോ റസൂലുള്ളാഹി വഫാത്തായപ്പോൾ? നമ്മുടെ വാപ്പിയും മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇന്ന് ഞാന് രാവിലെ ചമ്പ്രക്കാൻ എന്ന് പറയുന്ന ചെറുവത്തൂരിനടുത്തുള്ള ഒരു മഹലിൽ മദ്രസ കുട്ടികളുമായി സംസാരിച്ചു. അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു 10-15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. മോമിനിങ്ങളെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. കുറച്ച് നിങ്ങൾക്ക് അത് കാണാൻ സൗകര്യം വരും. അതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ആ കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിപ്പോയ ഒരു സംഭവം. ഉമ്മ മരിക്കുന്നു പറഞ്ഞപ്പോഴായിരുന്നു അത്. എന്റെയും നിങ്ങളുടെയും ഉമ്മ മരിക്കുന്ന നമുക്കും സങ്കടം ഉണ്ടാവും. എൻ്റെ വാപ്പ മരിച്ചതാണ്. പ്രായമുള്ളവരൊക്കെ മാതാപിതാക്കളെ ഒന്ന് ഓർത്തു നോക്കൂ. അവരിന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ പൗവലിൽ മൗവലിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കായിരുന്നു. ഒന്നുമില്ലാത്തൊരു കാലത്ത് നമ്മളെ വളർത്തി വലുതാക്കി ഏതോ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇപ്പൊ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഈ രാത്രി മരിക്കുന്നു എന്ന് കരുതിയാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു വല്ലാത്ത വൈകാരിക മുഹൂർത്തമായിരിക്കും. എന്നാൽ അതിന്റെ 10,000 ഇരട്ടിയാണ് സഹാബത്തിന് മുസ്തഫ നബി അബീ വ ഉമ്മീ ഫിദാക യാ റസൂലല്ലാഹ്. എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് പണയമാണ് നബിയേ എന്ന് പറഞ്ഞ സഹാബ. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദീനെത്തിച്ചെന്നില്ലയോ? ബലാ യാ റസൂലല്ലാഹ്. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? പൈസ മടക്കി തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല നബിയെ, ഒരു ദൃഹം പോലും ദിനാറ് പോലും കടമില്ല. പിന്നെ നബി ചോദിച്ചു, ഞാൻ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ? വാക്കുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മുത്തുനബി മിമ്പറിൽ നിന്ന് ഇങ്ങനെ പനി പിടിച്ചു വിറച്ചു ചോദിക്കുമ്പോ ഏത് കരിങ്കല്ലും അലിഞ്ഞു പോകില്ലേ? അതാ മക്കയുടെ മലഞ്ചെരുവുകളിലൂടെ ചുണ്ടിലൊരു ചൂളം വിളിയുമായി, കയ്യിലൊരു ചാട്ടവാറുമായി, പരുപരുക്കനായി, തലയിൽ എണ്ണ തേക്കാതെ ചപ്രച്ച തലമുടിയുമായി, ചോരക്കണ്ണുകളുമായി നടന്ന ഒരാൾ, ഖത്താബിന്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വന്ന മനുഷ്യനാണ്.
നോക്കൂ, റസൂലുള്ള ഇത് പറയുമ്പോ ആ വിട്ട് കരയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുഞ്ഞിനെ പോലെ തരളിതമായി പറഞ്ഞു, നബിയേ, അങ്ങ് ഞങ്ങളെ വേദനിപ്പിച്ചെന്നോ, അങ്ങ് ഞങ്ങളെ വേദനിപ്പിച്ചെന്നോ നബിയെ. പറയല്ല നബിയെ, സഹിക്കാൻ പറ്റണില്ല. ഉമറേ, മിണ്ടാതിരിക്ക്. ഞാൻ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നേരം വെളുത്താൽ സോഷ്യൽ മീഡിയയുടെ പ്രതലങ്ങളിൽ അന്യവിന് വേണ്ടി അന്യവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന തലമുറകളുള്ള ലോകമാണ്. എന്തിനും ഏതിനും ഗീബത്ത് പറയുന്ന ലോകമാണ്. ഒരു സംഘടനയിൽപ്പെട്ടവർ തന്നെ അതിന്റെ നേതൃത്വത്തെ തെറി പറയുന്ന ലോകമാണ്. അറിഞ്ഞും അറിയാതെയും അമ്മായിമ്മയും മരുമകളും തമ്മിൽ തല്ലാണ്, അളിയനും ഏട്ടത്തിയും തമ്മിൽ തല്ലാണ്, ഭാര്യയും ഭർത്താവും മടിയാണ്, ബാപ്പയും മക്കളും തമ്മിൽ വഴക്കാണ്, ഉമ്മയെ ഉപ്പയെ കൊല്ലാൻ ഒരറപ്പുമില്ലാത്ത തലമുറയുടെ നവജാഗരണം നടക്കുന്ന കാലമാണ്. MDMA വാങ്ങാൻ ക്രിസ്റ്റൽ സൈസിൽ, സ്റ്റാമ്പ് സൈസിൽ, ലോഷൻ സൈസിൽ അതൊന്നും കിട്ടാതെ വന്നാൽ വാപ്പാനെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത തലമുറകളുടെ കാലമേ. റസൂലുള്ള ഒരു വാക്ക് കൊണ്ടുപോലും ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല. ആദർശം പറയുമ്പോഴും ദീന് പറയുമ്പോഴും ശത്രുവിനെ വരെ മാനസികമായി വേദനിപ്പിച്ചിട്ടില്ല. ഉമ്മത്തെ ഇന്ന് കൂട്ടുകാർ തമ്മിൽ വഴക്കല്ലേ, എത്ര വയല് കേൾക്കുന്നു, എത്ര നിസ്കാരം നിർവഹിക്കുന്നു, പക്ഷെ ഈബത്താണ്, നമീമത്താണ് തലമുറയിൽ പടരുന്നത്. കാണാം, മരിച്ചുപോയി ഖബറിൽ കിടന്ന് ആളുകൾ മയ്യത്ത് വെച്ച് മടങ്ങുമ്പോ ഇദാ മാതൽ ഇൻസാൻ ഇദാ ഉളിയ ഫീ ഖബരിഹി വതവല്ലാ അൻഹു അസ്ഹാബുഹു ലയസ്മഉ ഖർഅനിഹിം. ചെരുപ്പിന്റെ വാറടി ശബ്ദം, അകന്നകന്നു പോകുന്ന കുടുംബമിത്രാദികളുടെ ശബ്ദം ഖബറാളി കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. രക്ഷപ്പെടുത്താൻ ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ സുക്കൻബർഗ് വരില്ല. ഇൻസ്റ്റയിൽ റീലിട്ടവരെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ സുക്കൻബർഗ് വരില്ല. അതെന്റെ വിഷയമല്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, നിങ്ങളെ ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? വബക്കാ ബുക്കാൻ ശദീദ. സഹാബത്ത് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ട്, നബിയെ, ഒരു പൂവിനെ വരെ നോവിക്കാത്ത നബിയെ, അങ്ങ് ഞങ്ങളെ വേദനിപ്പിച്ചു എന്നോ? ഇല്ല എന്ന സമ്മതം കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷിയാണല്ലോ. ഇവരെനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്നു അല്ലോ. ഹബീബിങ്ങളെ, അങ്ങനെ റസൂലുള്ള വീട്ടിലേക്ക് മടങ്ങി. അത് ശനിയാഴ്ചയാണത്. ഞായറാഴ്ച രാത്രിയായി. ചെറിയ ആശ്വാസം കിട്ടി മുത്തുനബിക്ക്. മിമ്പർ കണ്ടപ്പോഴാണ് ഈ ചിന്ത. നമ്മൾ റൗളയിലും തണുപ്പിലിങ്ങനെ ഇരിക്കുകയാണ്, സങ്കല്പത്തിൽ എത്ര നേരം ഇരിക്കാലോ. ആ മിമ്പർ കണ്ടപ്പോഴാണ് ചിന്ത, ഇതിഹാസങ്ങൾ പിറന്ന ഭൂമികയിൽ മുസ്തഫാന്റെ തിരുശരീരത്തെ ഏറ്റുവാങ്ങിയ ഈന്തപ്പണ മടലുകൊണ്ടുണ്ടാക്കിയ മിമ്പർ. ഹബീബിങ്ങളെ, മുത്തുനബി വീട്ടിലേക്ക് പോയി. തൊട്ടടുത്തുള്ള വീട് ആയിഷ ബീവിയുടെ വീട്. ഇപ്പോൾ ഖബറുള്ള സ്ഥലത്തേക്ക് മടങ്ങി. ഞായറാഴ്ച രാത്രി അബൂബക്കർ ബിൻ നബി ഖുഹാഫ ഇമാമായി നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ ജനവാതിലൊന്ന് തുറന്നു. കിളിവാതിലൂടെ മിഹ്റാബിലേക്ക് നോക്കുമ്പോ അബൂബക്കർ തങ്ങൾ ഒരടി പിറകോട്ട് വെച്ചു. അനസ് തങ്ങൾ തന്നെയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഹബീബിങ്ങളെ, ഞെട്ടലോടെ കേട്ടോളൂ, അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഫറഹ മദീനയിൽ സന്തോഷം കളിയാടി
നിസ്കാരം ബാത്തിലാകുമോ എന്ന് പോലും ഞങ്ങൾ ഭയന്നു. നിസ്കാരത്തിലാണ് ആഹ്ലാദം. ഞാന് റൗദയിൽ പോയി കുറെ ആലോചിച്ചു, റബ്ബേ, ഇടതുഭാഗത്തല്ലേ ആയിഷ ബീവിയുടെ വീട്, റസൂലുള്ളാഹിന്റെ ഖബർ വീട്. ഇമാം ഇങ്ങനെ കിബിലയിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ജനവാതിൽക്കൽ വന്ന് ചിരിച്ചാല് ഇമാമിന്റെ പിറകിൽ നിൽക്കുന്ന അനസ് തങ്ങൾ എങ്ങനെയാണ് കിബിലയിലേക്ക് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുക? ഞാൻ പല ഉസ്താദ്മാരോടും ചോദിച്ചു, ഉത്തരവില്ല. റസൂലുള്ളാഹിന്റെ കാര്യമായതുകൊണ്ട് തള്ളി മറിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഉസ്താദ്മാരൊന്നും മറുപടി പറഞ്ഞില്ല. എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറഞ്ഞോളൂ. ഈ ഹദീസ് സഹീഹാണ്. അതായത് അനസ് തങ്ങൾ പറയാണ്, ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി ജനവാതിൽക്ക് വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ആഹ്ലാദായി എന്നൊക്കെ ശരി. പക്ഷെ എങ്ങനെ നബിയെ കണ്ടുണ്ടാകുക? സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്ന ഒരാളെങ്ങനെ ഇടതുഭാഗത്തുള്ള കാഴ്ച കാണുക? അപ്പൊ സുജൂദിന്റെ സ്ഥാനത്ത് തെറ്റണ്ടേ കാണണമെങ്കിൽ? അതിന്റെ മറുപടിയിൽ നിങ്ങൾ കണ്ടെത്തും മുസ്തഫായ നബി ആരാണ്. അതിന്റെ മറുപടിയിൽ നിങ്ങൾ കണ്ടെത്തും. ഞാനത് പറയുന്നു. ഹബീബിങ്ങളെ, വിഷയം അതല്ല. ഞായറാഴ്ചപ്പോ റസൂലുള്ളാഹിക്ക് ആശ്വാസം കണ്ടതിന്റെ പേരിലാണ് ഒറ്റക്ക് ജനവാതിലിന്റെ അവിടെ വന്നു നിന്നത്. അബൂബക്കർ തങ്ങള് ഞായറാഴ്ച രാത്രി മറ്റൊരു പത്നിയെ കാണാൻ, ഭാര്യയെ കാണാൻ മദീന പള്ളിയിൽ നിന്ന് കുറച്ചു ദൂരെയുള്ള വീട്ടിലേക്ക് പോയി. നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടില്ലേ? റസൂലുള്ളാഹി വഫാത്താകുമ്പോ അബൂബക്കർ സ്ഥലത്തില്ല. അടവരാം. ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ചയായി, സുബഹിയുടെ സമയം കഴിഞ്ഞു, ളുഹാ സമയമായി. ഹബീബിങ്ങളെ, റസൂലുള്ളാഹിക്ക് വേദന കൂടി. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് ലോകനായകൻ കിടക്കുകയാണ്. ഫാത്തിമ ബീവി ഒരു ചുടുവെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട്, ശീല മുക്കിയിട്ട് ഉപ്പച്ചിയുടെ നെഞ്ചിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഹബീബായ നബി പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്റാത്ത്, കഠിന വേദനയുണ്ട് മരണത്തിന് ആയിഷ. കുറച്ചോനെ, ഞങ്ങളുടെ മരണവേദന എളുപ്പാക്കണേ റബ്ബേ. അപ്പോഴാണ് ഒരു പാട്ട് മൊബൈലിൽ കറങ്ങി നടക്കുന്നത്. ഭ്രാന്തായാൽ എന്ത് രസം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. ഒരു പ്രശ്നമുണ്ട് അവിടെ. ആ പാട്ടില് അർത്ഥത്തിൽ തെറ്റൊന്നുമില്ല. കാരണം ഭ്രാന്തായാൽ എന്ത് സുഖം. അത് ഫിസിക്കലി ഭ്രാന്തിനെ കുറിച്ചല്ല പറയുന്നത്, മെന്റലി ഭ്രാന്തിനെ കുറിച്ചല്ല പറയുന്നത്. അത് അള്ളാഹുവിനെയും റസൂലിനെയും ഹുബ്ബ് വെച്ച ഒരാൾക്ക് മജ്ദൂബിയത്തിന്റെ ഒരവസ്ഥയിലേക്ക് വരും. അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ രണ്ട് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. സക്കറാത്തുൽ മൗത്ത് എന്തു രസം. ശരിക്കും സക്കറാത്തുൽ മൗത്ത് രസാണോ? അല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ് മരണത്തിന് കഠിന വേദന ഉണ്ട്. എന്നിട്ട് ചെക്കന്മാർ റിംഗ് ടൂൺ വെക്കുകയാണ്, മൊബൈൽ ഫോൺ വെക്കുകയാണ്, റീൽസ് എടുക്കുകയാണ്. സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. മോമിനിങ്ങളെ, അത് സാധാരണക്കാർക്ക് പാടാൻ പറ്റിയൊരു പാട്ടല്ല. ആ പാട്ടിന് സൂഫി അർത്ഥമുണ്ട്. നമ്മളാ പാട്ട് വെച്ച് നടക്കുന്നത്. കാരണം സക്കറാത്തുൽ മൗത്ത് അത്ര രസമുള്ളതല്ല, ഭ്രാന്ത് അത്ര സുഖമുള്ള പരിപാടിയല്ല. രണ്ടാമത്തെ കാര്യം, അത് ഭ്രാന്ത് ഈ ഭ്രാന്തിനെ കുറിച്ചല്ല പറഞ്ഞത്, ഈ സക്രാത്തുൽ മൗത്തിനെ കുറിച്ചും അല്ല പറഞ്ഞത്. അപ്പൊ അതിന്റെ ആൾക്കാരെ അത് പാടാവൂന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവര് പറഞ്ഞ സക്രാത്തുൽ, ഇപ്പോ അള്ളാഹുവിനെ ഭയങ്കരമായി പ്രണയിച്ച ഒരാൾക്ക് അതാണ് അൾട്ടിമേറ്റ് എയിം, അള്ളാഹിനെ കാണുന്നത്. അപ്പൊ ഈ മരണത്തിന്റെ വേദന അത് വളരെ സുഖമായിട്ട് തോന്നുക. കാരണം ബിലാൽ റളിയല്ലാഹു വഫാത്താകുമ്പോ പറയുന്നുണ്ട്, ഭാര്യ ഇങ്ങനെ കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു ഷാമിൽ വെച്ച് മരിക്കുമ്പോ. അപ്പൊ ബിലാല് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയണത്? അല്ല, നിങ്ങൾ വിട പറയാൻ പോവുകയല്ലേ, മരണത്തിന്റെ വേദന കഠിനമല്ലേ ബിലാൽ. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. മരണത്തിന്റെ അവസാനത്തെ മിനിറ്റുകളിലാണ്. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ ചിരിക്കുന്നത്? അപ്പൊ പറയാണ്, നൽകൽ അഹിബ്ബാ
غدا نلقى الأحباء محمدا وصحبا. അടുത്ത നിമിഷം ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് പ്രത്യക്ഷമായ അർത്ഥം. പക്ഷെ ഈ സെക്കൻഡ് ശേഷമുള്ളതൊക്കെ ഗദൻ എന്നുള്ള അർത്ഥത്തിൽ പെടും. അടുത്ത നിമിഷം ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ് എൻ്റെ കൂട്ടുകാരെ. നൽഖൽ അഹിബ്ബാ, കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വസുഹബാ, എൻ്റെ ഹബീബായ നബിയെ കാണാൻ പോവുകയാണ്. അപ്പൊ പിന്നെ മരണത്തിന് എന്താ സുഖല്ലേ? അതാണ് പറഞ്ഞതിന്റെ ഫിലോസഫിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൂഫികൾക്ക് അത് പാടാം, മജ്ദൂമികൾക്ക് പാടാം. ആ പാട്ട് പാടിയത് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. നിങ്ങൾ അത്ഭുതത്തോടെ ഓർത്തോളൂ. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായൊന്നും കുറ്റം പറയുന്നില്ല. ഇപ്പൊ ഒരു പുതിയ ഒരു ഒരു മതേതര സൂഫിസം ഇറങ്ങിയിട്ട് ഇനി എന്ത് വന്നാലും വേണ്ടില്ല, പറയാൻ വിചാരിച്ചത് പറഞ്ഞിട്ട് തന്നെ പോകണം. ഒരു മതേതര സൂഫിസം, അതായത് ഏതെങ്കിലും ത്വരീഖത്തിലില്ല, ഏതെങ്കിലും മശായിഖന്മാരുമായി കണക്ഷൻ ഇല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ് ഓതൂല, നബിദിന ഘോഷയാത്ര ശിർക്കാന്ന് പറയാ. പക്ഷെ ഒരു സൂഫി സംഗീതം, ഇതൊരു മാർക്കറ്റിംഗ് ആണ്. സൂഫി സംഗീതത്തിന് നല്ല മാർക്കറ്റിംഗ് ഉണ്ട്. ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ തൊപ്പിക്കെട്ട് പാടുകയാണ്. ഭ്രാന്തായാൽ എന്ത് സുഖം, ഭ്രാന്തായ ഭയങ്കര സുഖം തന്നെ. സക്കറാത്തുൽ മൗത്ത് എന്തൊരു രസം. നിങ്ങളുടെ ഇത് കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ ജീവിച്ച മഹാനാണ് ഇച്ചമസ്താൻ, അബ്ദുൽ ഖാദർ മസ്താൻ എന്ന ഇച്ചമസ്താൻ. സിറ്റി ജുമാ മസ്ജിദിലെ കണ്ണൂരിൽ, അവിടെയാണ് ഇന്ത്യ കണ്ട മഹാനായ രാഷ്ട്രീയ നേതാവ് ഈ അഹമ്മദ് സാഹിബിന്റെ ഖബർ. ആ ഖബറിനോട് കുറച്ചുകൾ മുന്നോട്ട് നീങ്ങിയാൽ ഒരു 10 അടി വെച്ചാൽ പള്ളിയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വഴി കാണാം, ഒരു ഗേറ്റുള്ള വഴി. ആ ഗേറ്റിന്റെ അടുത്തത്തെ 4ാമത്തെ ഖബറാണ് ഇച്ചമസ്താൻ എന്ന പേരിൽ ഉത്തര കേരളത്തിൽ സൂഫി മനോഹരിത കൊണ്ട് ജീവിച്ച മഹാൻ. ഭയങ്കര പാട്ടുപാടിയാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് എപ്പോഴെങ്കിലും സിറ്റി പള്ളി പോകുമ്പോൾ സിയാറത്ത് ചെയ്തോളൂ. പക്ഷെ അവിടെ മീസാങ്കല്ലൊന്നും പേരെഴുതി വെച്ചിട്ടില്ല. അവിടെ പണ്ടെന്നോ വെള്ളം കയറിയിട്ട് മീസാങ്കല്ല് പോയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നൊരു പാത്തി ചോദിക്കുള്ളൂ. അവിടെയാണ് ഇച്ചമസ്താൻ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ ഇച്ചമസ്താൻ. അല്ലെങ്കിൽ ഇച്ചമസ്താനെ കുറിച്ചിട്ട് സലാഹുദ്ദീൻ സാഹിബ് എഴുതിയൊരു പുസ്തകമുണ്ട്. നമ്മൾ അങ്ങനത്തെ മഹാന്മാരൊക്കെ കണ്ടെത്തണം, വായിച്ചു പഠിക്കണം. അല്ലാതെ ആരിഫ് ഹുസൈൻ പറയുമ്പോഴത്തേനും ബേജാറാകണ്ട, അവിടെ വഹാബികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ബേജാറാകണ്ട. ഇച്ചമസ്താൻ ഭയങ്കര പാട്ടുപാടികളാണ്. ഒരു പ്രശസ്തമായ ചില പാട്ടിൽ ഏതെങ്കിലും പാട്ട് ഇച്ചമസ്താന്റെ പ്രശസ്തമായ പാട്ടുണ്ടല്ലോ, പാമ്പിനെ പേടിക്കുമ്പോൾ റബ്ബിനെ പേടിക്കല്ലടോ. വിഷയം അല്ലെങ്കിൽ ഒരു റൗളയിലിരുന്ന് ഇച്ചമസ്താന്റെ ഒരു മത, അള്ളാഹു ആ മഹാന്റെ മത നമുക്ക് നൽകുമാറാകട്ടെ. അത് മൂപ്പരല്ല പോകുന്നത്. അങ്ങനെ പാടിക്കഴിഞ്ഞു നോട്ടെ. പലരും നമ്മളെ മക്കാറാക്കണ്, തുടരും ഞാനീ പോക്ക്. അത് ഇച്ചമസ്താൻ പാടിയതല്ല എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അതുകൊണ്ട് നമ്മളത് പാടണ്ട. അത് എന്റെ ചാവക്കാട്ടുകാരനായ ഒരാൾ എഴുതിയതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല അല്ലേ. ഭയങ്കര രസമാണ്. പക്ഷെ അതൊക്കെ ശരിയായ സൂഫിസായിരുന്നു. ഇപ്പൊ സൂഫിസം പാടുന്നവര്, ഞാൻ ആൾക്കാരെ പേര് പറയാത്തത്, നമുക്ക് വ്യക്തികളല്ല പ്രശ്നം, നമ്മുടെ ആദർശം പറയാം. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ പാടി നടക്കേണ്ട ചെറുപ്പക്കാരെ. നമുക്ക് പാടാൻ പാടിയ പാട്ടല്ലാതെ അത് സൂഫികൾ പാടേണ്ട. സക്രാത്തുൽ മൗത്ത് അത്ര രസമുള്ള പരിപാടിയൊന്നുമല്ല. എന്നാ ആ അർത്ഥമല്ല സക്രാത്തുൽ മൗത്തിന് ഞാൻ രണ്ടാമത് പറഞ്ഞ അർത്ഥമാണെങ്കിൽ നമുക്ക് പാടാനും പാടില്ല. നമ്പറും തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മണ്ണാർക്കാട് എന്നൊക്കെ പറഞ്ഞ വിഷയം മാറും. ഹബീബിങ്ങളെ അപ്പോൾ നമ്മളെന്തോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് റൗളയിലേക്ക് തന്നെ തിരിച്ചു വരൂ. നമ്മളവിടെ നോക്കി നിൽക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. മരണത്തിന് കഠിന വേദനയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഉയരുകയാണ് ആകാശത്തേക്ക്. പടച്ചോനെ
63 കൊല്ലം ജനതക്ക് വഴി കാണിച്ച് എന്റെ ഹബീബിന്റെ ചൂണ്ടുവരലിതാ മച്ചിലേക്ക് ഉയർന്നു സ്തംഭിച്ചു നിൽക്കുകയാണ് അലി, ഫാത്തിമ, ഈശ. നബിയുടെ വീട്ടുകാർ റളിയല്ലാഹു അൻഹും ഹബീബിന്റെ കൈ ഉയർന്നു. റഫീഖൽ അഅ്ലാ, റഫീഖൽ അഅ്ലാ. 2 തവണ എന്റെ നബി പറഞ്ഞു റഫീഖൽ അഅ്ലാ. ആ കൈദാ താഴുകയാണ്. അല്ലാഹുവേ, എന്റെ നബിയുടെ കൈ താഴ്ന്നു. ആ ചുണ്ടുകൾ പൂമ്പി അടഞ്ഞു. റോസാ പൂ പോലെ എന്റെ മുത്തുനബിയുടെ ചുണ്ടുകൾ പതിയെ അടഞ്ഞു. ഇന്നാ ലില്ലാഹ്. ഹബീബ് യാത്രയാവുകയാണ്. ഒന്ന് കരയ ബീവികളെ, ഒന്ന് കരയാൻ പറ്റുമെങ്കിൽ കരയ ബീവികളെ. മദീന പേതൊഴിഞ്ഞു, ഹബീബുള്ള വേർപിരിഞ്ഞു. പ്രകാശം മറഞ്ഞു, മദീന പേതൊഴിഞ്ഞു, ഹബീബുള്ള വേർപിരിഞ്ഞു. കനിയും മധുരമേഘ അലിവു നൽകാൻ, കനിവു തേടാൻ ഹബീബില്ല. നിറഞ്ഞൊഴുകും നയനഭാരം തുടച്ചു നൽകാൻ റസൂലില്ല. കണ്ണടച്ചിരിക്കൂ, കണ്ണടച്ചിരിക്കൂ, കണ്ണടച്ചിരിക്കൂ. മധുരമേഘ അലിവു നൽകാൻ ഹബീബില്ല. നിറഞ്ഞൊഴുകും നയനഭാരം തുടച്ചു നൽകാൻ റസൂലില്ല. വിശുദ്ധ ഗേഹം മദീനയെന്ന് വിരഹമോടെ വിതുമ്പുന്നു. കരളിലിമ്പം ഹബീബവരെ പിരിഞ്ഞ നേരം കരയുന്നു. പ്രകാശം പോയി മറഞ്ഞു, മദീന പെയ്തൊഴിഞ്ഞു. ഹബീബുള്ളവേ പിരിഞ്ഞു. ശറഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭ പൂവിൻ്റെ ആലും നീലക്കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭ പൂവിൻ്റെ ഹാലും നീലക്കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പേ നോക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പായി നോക്കുന്നു. ഏറെ
പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മദീന മുനവ്വറയിൽ തിളങ്ങും റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ വിതുമ്പിയൻ റസൂലുള്ളാഹ് മദീന മുനവ്വറയിൽ തിളങ്ങും റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ വിതുമ്പിയൻ റസൂലുള്ളാഹ് കണ്ട് കൊതിത്തീർന്നതാര മദീന കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 മദീന വാരി പുണരുന്നതെന്ന നബീന. വേദനിപ്പിച്ചുവോ ഞാൻ നബീന വേണ്ടയെന്നോതുമോ നീ മദീന. വേദനിപ്പിച്ചുവോ ഞാൻ നബീന വേണ്ടയെന്നോതുമോ നീ മദീന. എൻ്റെ നേരെ തുറക്കൂ മദീന, എൻ്റെ നേരെ തുറക്കൂ മദീന. എന്നെ കൂടി വിളിക്കൂ മദീന. ശബ്ദമിടറി ബിലാലിൽ മദീന, ശബ്ദമിടറി ബിലാലിൽ മദീന, ശബ്ദമിടറി ബിലാലിൽ മദീന. ശക്തമാണ് പ്രണയം മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായി അലകടൽ പോലെ കടന്നു വരികയാണ് സ്വഹാബ. മദീന പള്ളിയുടെ ചുറ്റും കടലലകൾ പോലെ കണ്ണീർ സ്വഹാബ. നമ്മളിപ്പോ നിൽക്കുന്ന റൗളയുടെ മുറ്റത്താണിത് നടക്കുന്നത്. ഹബീബേ ഉമർ ഇബ്നുൽ ഖത്താബിനെ നിങ്ങൾ കാണുന്നില്ലയോ? അവിടെ എത്രയോ പ്രഭാഷണങ്ങളിൽ കേട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഖത്താബിന്റെ മകൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുമ്പോ ദിന്നൂറൈനി ഉസ്മാൻ തങ്ങൾ ബോധരഹിതനായി പോയപ്പോ, അലിയിൽ മുർത്തദ തളർന്നു പോയപ്പോ, വാ കർബലാ എന്ന് പറഞ്ഞു ഫാത്തിമ വിങ്ങിപ്പൊട്ടുമ്പോ എല്ലാ കണ്ണുകളും നോക്കി ഒരാളെ. നമ്മളും നോക്കുന്നു ഒരാളെ. നമ്മളവിടെ നിൽക്കുമ്പോഴാണ് ആ വഫാത്തെന്ന് സങ്കല്പിച്ചു നോക്ക്. ഒരാളുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഏതാണ് ആൾ? ബദറിൽ, ഉഹദിൽ, ഖന്തക്കിൽ, ഹുനൈനിൽ പുണ്യനബി പങ്കെടുത്ത എല്ലാ യുദ്ധത്തിലും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായന വേളയിൽ സൗർ ഗുഹയിൽ മരുഭൂമിയുടെ സൈകത ശൈലങ്ങളിൽ 6-ാം വയസ്സിൽ അബവായിൽ ആമിന ബീവി എന്ന ഉമ്മച്ചി നഷ്ടമായപ്പോൾ ഉപ്പയില്ലാത്ത പൊന്നുമോൻ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുടെ മുമ്പിൽ ഒട്ടകത്തിലിരുന്ന് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി 400 കിലോമീറ്ററുള്ള മക്കയിലേക്ക് ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ 6-ാം വയസ്സുകാരൻ കണ്ണീരോടെ മടങ്ങുന്ന ചരിത്രത്തിലെ സാന്ദ്രശോകമാർന്ന ഒരു യാത്രയുണ്ട്. മക്കയിൽ ആ കുട്ടി എത്തി. 8 വയസ്സായി, 10 വയസ്സായി.
അപ്പോഴതാ ഒരു 8 വയസ്സുകാരൻ, ആ കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയാം, മുത്തുനബിയുടെ കയ്യിൽ തൂങ്ങി കഅബയുടെ ഒരു മൂലക്കിരി രണ്ടാളും കൂടിയിരിക്കും. എന്റെ നബിക്ക് വാപ്പല്ല, എന്റെ നബിക്ക് ഉമ്മയും ഇല്ല. നമ്മൾ മരിച്ച നമ്മുടെ കുട്ടികളുടെ അവസ്ഥ അങ്ങനെയല്ലേ? ഉഖാൽ എന്ന് പറയുന്ന ഒരു ചന്തയുണ്ട് മക്കയിൽ. ഉപ്പമാരുടെ കയ്യിൽ തൂങ്ങി സമ്പന്നരുടെ മക്കൾ ഷോപ്പിങ്ങിന് വേണ്ടി ഉഖാലയിലേക്ക് പോകുമ്പോൾ എന്റെ നബി പറയാൻ വാപ്പയില്ല, ഉമ്മച്ചി ഒരു പീപ്പിളി വാങ്ങണേ എന്ന് പറയാൻ ഉമ്മയും ഇല്ല. അബ്ദുൽ മുത്തലിബോ ദരിദ്രനുമാണ്, കഅബയുടെ മൂലക്കിരിക്കുമ്പോ അടുത്ത് ചെന്നിരുന്ന ആളാണ്. നബിയേക്കാൾ 2 വയസ്സിന് എളുപ്പമുള്ള ആളാണ്. തോള് കൈയിട്ട് മക്കയുടെ മലഞ്ചെരുവുകളിലൂടെ കഥകൾ പറഞ്ഞവര് നടന്നുപോയി. മുഹമ്മദ് മുസ്തഫ നുബുവത്തുമായി വന്നപ്പോൾ ഒപ്പം ചേർന്ന് നടന്നു. നിഴലില്ലാത്ത നബിയുടെ നിഴല് പോലെ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ. അമ്പിയാക്കള് കഴിഞ്ഞാൽ ഹബീബിങ്ങളെ, അമ്പിയാക്കള് കഴിഞ്ഞാൽ ലോകത്താദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന ആള് നൂഹ് നബിയുടെ അനുയായിയിൽപ്പെട്ടയാളല്ല, മൂസാ കലീമുല്ലാന്റെ അനുയായിയല്ല, ഈസാ റൂഹുല്ലാന്റെ അനുയായിയല്ല, ഇബ്രാഹിം ഖലീലുല്ലാന്റെ അനുയായിയല്ല. 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരാൾ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ. അബൂബക്കറിനെ അവിടെ കാണില്ല റളിയല്ലാഹു അൻഹു. 63 വയസ്സിൽ മുത്തുനബി വഫാത്താകുമ്പോ 61 വയസ്സാണ് അബൂബക്കർ തങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ള തലേ ദിവസം ജനവാതിൽ തുറന്നു നോക്കിയപ്പോ രോഗം മാറി എന്ന് കരുതിയിട്ട് അബൂബക്കർ തങ്ങൾ വേറെ ഒരു പത്നിയെ കാണാൻ പോയതാണ്. രാത്രി എല്ലാരും സങ്കടക്കടലിൽ നിൽക്കുമ്പോ ഖത്താബിന്റെ മകൻ ഉമർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, പറഞ്ഞത് ആരോടാണെന്നറിയുമോ? കോഴിക്കോട്ട് വന്ന ഒരാളോടാണ്. ഞാനത് ഓർമ്മ ഉണ്ടെങ്കിൽ അവസാനം പറയാം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം ആരാണ് ആ കോഴിക്കോട് വന്ന ആള്. ആ ആളോട് പറഞ്ഞു, ഒന്ന് പോയി അബൂബക്കർ തങ്ങളെ വിളിക്ക്, മുഗീറ എന്നാണ് പേര്. കോഴിക്കോട് എങ്ങനെ ഒന്നും ഞാൻ പിന്നെ പറയാം. അബൂബക്കർ തങ്ങളെ പോയി വിളിച്ചുകൊണ്ടുവരികയാണ്. ഹലോ 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 ഹലോ, ഇവിടെ നിങ്ങൾ നെഞ്ചുമിടിപ്പോടെ കേൾക്കണം. അതായത് എന്റെ ഒരു ശൈലി നമ്മൾ ജീവിതത്തിൽ കാണുന്നത് പോലെ പറയാന്നുള്ളത്, ഞാൻ കണ്ട പോലെ പറയാണ്. അങ്ങനെ അനുഭവിക്കണം, അല്ലാതെ പ്രസംഗത്തിന് വേണ്ടി പറയല്ല. നമ്മൾ ആ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്, നമ്മൾ റൗളയിലല്ലേ. ദേ വരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒന്ന് നോക്ക് അബൂബക്കർ തങ്ങളുടെ മുഖത്തേക്ക്. 6 വയസ്സ് മുതൽ ഒപ്പം നടന്ന കൂട്ടുകാരനാണ്. ഒരു വാക്കുപോലും പറയാതെ വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരനെ ഉമ്മയെ മരിച്ചാൽ പോലും നമുക്ക് സങ്കടമില്ല. അതിന്റെ 10,000 ഇരട്ടിയാണ് അബൂബക്കർ തങ്ങൾക്ക് മുസ്തഫ നബി. ഇന്നലെ കണ്ടയാൾ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ പോവാണ് അബൂബക്കറേ എന്ന് പറഞ്ഞില്ല. ഒപ്പം നടന്നത് എത്ര കാലമാണ്. ഇത്രയേറെ റസൂലുള്ളാഹിയുമായി സഹവസിച്ച വേറൊരു സഹാബിയുണ്ടോ? ഉമർ തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരിക്കൽ ഒരാള് പറഞ്ഞു ഉമർ വലിയ മഹാനാണെന്നൊക്കെ. ഉമർ തങ്ങളങ്ങ് കരഞ്ഞു. പറഞ്ഞാളുടെ നെഞ്ചിലൊരു അടി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പറയല്ലേ, അബൂബക്കറിന്റെ ഒരു രാത്രിയും ഒരു പകലും അതിന് തുല്യം നിൽക്കാൻ ഉമറിന്റെ അമലുകൾ മൊത്തം വെച്ചാലും, ഉമറിന്റെ ഇബാദത്ത് ഒരായുഷ്കാലം മുഴുവൻ വെച്ചാലും അബൂബക്കറിന്റെ ഒരു രാത്രിക്ക് പകരം നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഏതാണ് ആ രാത്രി എന്ന് പറയാതെ എനിക്ക് നിങ്ങൾക്ക് അറിയാം ഹബീബിങ്ങളെ. അത് 6 സൗറിലെ രാത്രിയാ. ഹബീബിനെ ചേർത്ത് പിടിച്ച രാത്രിയാണ്. ഞാൻ ലൈറ്റ് ഇട്ടോളൂ, നമ്മൾ പിരിയാൻ പോവുകയാണ്. അബൂബക്കർ ബിൻ അബീ ഖുഹാഫ വരികയാണ്. ഹബീബിങ്ങളെ ഒന്ന് നോക്കി,
അബൂബക്കർ തങ്ങളുടെ മുഖത്തേക്ക് നോക്ക്. എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ? 63 കൊല്ലം ജനതക്ക് വെളിച്ചം നൽകി ആ മഹാന്റെ കൂട്ടുകാരനായ മുഹമ്മദ് മുസ്തഫ ഇദാ വഫാത്തായിരിക്കുന്നു. ആളുകൾ വഴിയൊഴിഞ്ഞു കിടക്കുന്നു. ഉമർ തങ്ങളുടെ ഗർജനം അതൊന്നും വകവെക്കാതെ ഉമർ തങ്ങൾ ആ റൂമിലേക്ക് കയറി. എന്റെയും നിങ്ങളുടെയും നബി അതാ ഇപ്പൊ ഖബറില്ലേ, നമ്മളിപ്പോ സലാം പറയാൻ പോകും. അവിടെ ആ ഖബർ കിടക്കുന്ന സ്ഥലത്തൊരു കട്ടിലിന്റെ മുകളിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ തുണി പുതച്ച് കിടക്കുകയാണ്. നമ്മൾ നോക്കുമ്പോ എന്താ കാണുന്നത്? അബൂബക്കർ തങ്ങൾ ആ റൂമിലേക്ക് അങ്ങ് കയറിയതും സകല നിയന്ത്രണവും പൊട്ടി. വബക്കാ ബുക്കാഅൻ ശദീദാ. അബൂബക്കർ തങ്ങൾ അങ്ങ് കരഞ്ഞു. നിങ്ങളെല്ലാ പ്രസംഗത്തിലും കേട്ടത് അബൂബക്കർ ധീരനെന്ന, അബൂബക്കർ അവിടെ ധൈര്യം കാണിച്ചു എന്ന അല്ല ഹബീബിങ്ങളെ. അത് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലാണ്. ഹബീബിന്റെ മുഖം കണ്ടപ്പോ പൊന്നു അബൂബക്കർ ഒരു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു. ബുക്കാൻ ശദീദാ ഖബ്ബലഹു. എന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ, എന്റെ റസൂലുള്ളാന്റെ കവിളിൽ, എന്റെ റസൂലുള്ളാന്റെ ചുണ്ടിൽ തുരുതുര ഉമ്മ വെച്ചു. എല്ലാരും നോക്കി നിൽക്കുകയാണ്, ഗദ്ഗദം കൊള്ളുകയാണ്. അബൂബക്കറാണ് ജനാസ കാണുന്നത്. എനിക്ക് ജനാസ എന്ന് പറയാൻ പോലും പേടിയാണ്. ഹബീബേ ഗദ്ഗദ് കണ്ഠനായി കരഞ്ഞിട്ട് അബൂബക്കർ തങ്ങൾ എന്റെ നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ നഈസു ബിഹാ ലില്ലാഹ്. അല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാർ അല്ലാഹ്. അത് ഹൃദയം പൊട്ടിയ ഡയലോഗാണ്. കൂട്ടുകാരൻ കൂട്ടുകാരനോട് വിട പറയാൻ പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നബിയേ വമാ അത്യബക ഹയ്യാ വമാ അത്യബക മയ്യിതാ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം, വഫാത്തായപ്പോഴും ഇവിടെ പരിമളമാണ് നബിയേ. ഇന്നാ ലില്ലാഹ്. കരച്ചലൊടുക്കി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി സുന്നത്തു ജമാഅത്തിന്റെ ഹബീബിങ്ങളെ കേട്ടോളൂ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നദ്കുറുനാ ഇൻദ റബ്ബിക്. അള്ളാന്റെ അടുത്തെത്തുമ്പോ ഞങ്ങളെ ഓർക്കണേ നബിയെ. വഫാത്തായ ഒരാളോട് ജീവനുള്ള ഒരാൾ പറയാണ്, അള്ളാന്റെ അടുത്തെത്തുമ്പോ ഞങ്ങളെ ഓർക്കണേ നബിയെ. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, ലാ തൻസാനീ മിൻ ഫുആദിക്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ മറക്കരുത് നബിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പറന്നു പറന്നു പോകട്ടെ. 7200 മൈലുകൾക്കപ്പുറമുള്ള മദീനത്തുൽ മുനവ്വറയിൽ ഹബീബിന്റെ ഹരിത മിനാരത്തിന് താഴെ മുത്തുനബി ഒരുപക്ഷേ സദസ്സ് കാണുന്നുണ്ടാവും. പറന്നു പോകട്ടെ. സലാത്ത് മക്കത്തു ദിച്ചാനിലാവേ മദീനത്ത നവായ നൂറേ സല്ലല്ലാഹു മറക്കരുതേ നബിയെ നിങ്ങളുടെ ഹൃദയത്തിൽ. ചെറുപ്പക്കാരെ, ഹബീബിങ്ങളെ, മരിച്ച ഒരാളോട് എങ്ങനെയാണ് ഹൃദയത്തിൽ ഓർക്കണം എന്നൊക്കെ പറയാം.
നമ്മുടെ ഒരു ലോജിക്ക് പ്രകാരം മരിച്ചാൽ പിന്നെ എന്ത് ഓർമ്മ, അങ്ങനെയല്ലേ? പക്ഷെ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ മറക്കരുത്, ഫ്രണ്ട്ഷിപ്പാണ്. എന്നിട്ട് അബൂബക്കർ തങ്ങൾ ആ ജനാസയുടെ അരിയിൽ ഒരിക്കൽ പോലും കൂടി ചുംബിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു രംഗം കണ്ടോ? നമ്മൾ നോക്കി നിൽക്കുകയാണ്. പിന്നീടാണ് ധൈര്യം അവലംബിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പിടുത്തം വിട്ടുപോയിട്ടുണ്ട്. ഉമറിന്റെ തോളിൽ ഇങ്ങനെ തട്ടി ആള് പിടിച്ചു നിൽക്കുകയാണ്. സത്താബിന്റെ മകൻ മക്കയുടെ മലഞ്ചെരുവിലൂടെ ചുണ്ടിലൊരു ചൂളം വിളിയുമായി, കയ്യിലൊരു ചാട്ടവാറുമായി, ചപ്രച്ച തലമുടിയുമായി, ഉണ്ടക്കണ്ണുമായി, ആട്ടം പറ്റങ്ങൾക്ക് പിറകിൽ പരുക്കനായി നടന്ന ഉമറദാ വാളു പിടിച്ചു പറയാണ്, എന്റെ റസൂലുള്ള മരിക്കില്ലടാ, എന്റെ നബി മരിക്കൂന്ന് പറയല്ലടാ. എന്റെ നബി മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പോയതാണേ, തിരിച്ചു വരും. That's a power of love. That's a chemistry of love. ഉമർ റളിയല്ലാഹു അറിയായിട്ടാണോ റസൂലുള്ള വഫാത്താവുന്നു, ഒരാളും അങ്ങനെ ജീവിച്ചിരിക്കില്ല എന്ന്? സൂറത്തുൽ ലുഖ്മാന്റെ 5-ാമത്തെ അവസാനത്തെ ആയത്ത് ഉമർ റളിയല്ലാഹു അറിയാത്താണോ? പക്ഷെ പ്രണയത്തിന്റെ ഒരു ഭ്രാന്ത് പിടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രണയം കൊണ്ട് ഒരു ഭ്രാന്ത് വരാൻ കാരണം എന്റെ കണ്ണിൽ നീയാണ് അല്ലാഹുവേ, എന്റെ ചുണ്ടിൽ നിന്റെ ദിക്റാണ് അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ നീണ്ട്, പിന്നെ എവിടെ പോയി മറയാനാ? ദർവേശുകൾ, ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ദർവേശുകളുടെ വിലാപങ്ങൾ, കോഴിക്കോടൊക്കെ കിട്ടിയ പുസ്തകം. ദർവേശുകൾ അലഞ്ഞു നടക്കുന്നവരാണ്, മജ്ദൂബിങ്ങളാണ്, അവരെ കുറ്റം പറയാൻ പോകണ്ട. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഹാലിൽ അങ്ങനെ പറഞ്ഞു പോകും. ഇതൊരു അവസ്ഥയാണ്. ഉമർ റളിയല്ലാഹു ഖുർആൻ പഠിച്ച ആൾ ഇനി ഖുർആൻ അറിഞ്ഞില്ല എന്ന് ഉറപ്പല്ലേ? മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ മാതിരി ഇനി ഒരു വേദം വാങ്ങാൻ മുഹമ്മദ് നബി പോകില്ല എന്ന് അറിയില്ലേ ഉമറിന്? എന്നിട്ടും ആ മനുഷ്യൻ കൺട്രോൾ പോയത് എന്താണ്? പ്രണയത്തിന്റെ മുന്നിലാണ്. ദാറ്റ്സ് എ കെമിസ്ട്രി ഓഫ് ലവ്. പ്രണയത്തിന് അങ്ങനെ ഒരു രസതന്ത്രമുണ്ട്. അബൂബക്കർ തങ്ങളുടെ ഒരൊറ്റ അടിയാണ് ഫാറൂഖിന്റെ നെഞ്ചത്ത്. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഉമറേ പറയുന്നത്? അബൂബക്കറെ, നമ്മുടെ നബി മരിക്കോ? നമ്മുടെ നബി വഫാത്താകുവോ? അതൊരു വിഡ്ഢി ചോദ്യമല്ലേ നമ്മുടെ ലോജിക്ക് പ്രകാരം. കാരണം എല്ലാരും മരിക്കുന്നു ഖുർആൻ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നബി മാത്രം ജീവിക്കുക? ഉമർ റളിയല്ലാഹു ഖുർആൻ അറിയായിട്ടല്ല, പക്ഷെ അവിടെ കൺട്രോൾ പോവാൻ. നമ്മുടെ നബി മരിക്കോ? അബൂബക്കറിന് സന്ദർഭം മനസ്സിലായി. ഉമർ ഇബ്നുൽ ഖത്താബിനെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ തോളി തട്ടിയിട്ട് പറഞ്ഞു, ഉമറേ, നമ്മുടെ നബി പോയടാ ഉമറേ, റസൂലുള്ളാഹി വഫാത്തായി. സകല മനുഷ്യരും ഉമറിനോട് പറഞ്ഞു, മിണ്ടാണ്ടിരി, റസൂലുള്ളാഹി വഫാത്തായി. പക്ഷെ ഉമർ അത് ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ അബൂബക്കർ മൃദുവായിട്ട് പറഞ്ഞു, ഉമറേ, പോയി മോനെ, റസൂലുള്ളാഹി വഫാത്താ. ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. നിങ്ങൾ പ്രസംഗത്തിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനത് വേറെ ഒരു വേർഷനിലാണ് പറയുന്നത്. അതിന്റെ സകല വൈകാരികതയുടെയുമാണ് ഞാൻ പറയുന്നത്. വാള് നിലത്തേക്ക് വീണ് വാവിട്ട് കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് കിസ്റ പന്നിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൽ ഞെട്ടുന്നതാ. പിന്നീട് ഖലീഫയായപ്പോ ഇംപീരിയലിസ്റ്റുകളായ സാമ്രാജ്യങ്ങളായ കിസ്റയും കൈസറും ഉമർ എന്ന് കേട്ടാൽ പോലും പേടിക്കുന്ന ഉമറാണ്. പിന്നീട് അങ്ങനെയായത്. വാവിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, പോയി അല്ലേ റസൂലുള്ളാഹി, പോയി അല്ലേ? മദീന
സാക്ഷ്യം വഹിച്ച രംഗം. ആ റൂമേതാന്നറിയോ? ആ റൂമേതാന്നറിയോ? നമ്മൾ റൗദയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹബീബിനോട് സലാം പറയാൻ പോവാണ്. ഒന്നാമത്തെ ദ്വാരം ശൂന്യമാണ്. ഈസാ റൂഹുള്ളയെ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ്. രണ്ടാമത്തെ ദ്വാരം ഒരു പച്ച കേർട്ടൻ കാണാം. മൂന്നാമത്തെ ഒരു ദ്വാരം അവിടെ എഴുതിയിട്ടുണ്ട് ഹുനാ റസൂൽ. ഇവിടെയാണ് നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടെ നിൽക്കുമ്പോൾ ഓർക്കണം, 14 നൂറ്റാണ്ട് മുമ്പേ ഈന്തയോലകളുടെ ഹരിതചാമരം വെഞ്ചാമരം വീശിയ മുത്തുപതിച്ച സ്നേഹക്കൂടാണ്. പനയോലയിലൊരു കുടിലാണ്, ഭവനങ്ങളിൽ അതു നിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അതിയൗവൽ മൈദരായി പഠിച്ചുവച്ച മുഹമ്മദ, ബദിരിലും ബദൻ ലിംഗിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. സ്വലാത്തു എല്ലാവരും ഓർക്ക ചൊല്ലുക. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ, ഇഷ്കാരിയാതിൻ പാടിയിടുന്നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിയിടുന്നീവർ ആശയാ ആഗ്രഹങ്ങളും ഏറെയുണ്ട്. ഉപചാരത്തിൽ ഒന്നിടാൻ. സ്വലാത്തു വസ്സലാമു അലൈക അലൈക യാ പബമാലെ കറുത്തുപോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പബഭാരങ്ങൾ തീർത്ത് കൽബിന് റാഹ നൽകുമോ സയ്യിദേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മശറാമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തിയെന്ന് വിളിച്ചോരാണെൻ്റെ മുത്തോളി.
ഹൗലിൻ പാനത്ത് നൽകണേ ഞങ്ങൾ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് നറിയാം ഞങ്ങളെ അതിമോഹമാണ് നറിയാം ഞങ്ങളെ കൈപ്പിടിക്കണേ തങ്ങളെ അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാം അലൈക യാ ഹബീബല്ലാഹ്. ഒരു ഇമോഷണൽ ഫീലിംഗിൽ അവിടെ ഒരു 5 മിനിറ്റ് കൂടി നിന്നാൽ മതി. മനസ്സ് റോളയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖവരേ സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധി രാജരിതല്ലേ കണ്ണുകളിൽ ലഞ്ജനമഴകിയ അഷ്റഫുൽ ഖൽഖവരേ അല്ലാന്റെ ആദരക്കനി അജബുകളുതിരണതിമികവുളി മക്കയിലെ മണൽ തട്ടിനകം തൊട്ട് പൂത്ത നിലാവിതളേ മരുമണ്ണിൽ വിരിയും പനിനീർ മലരിൻ മണമേ മുത്ത് റസൂലേ മനസ്സിന്റെ മഴവിൽ കൂട്ടിൽ വിരുന്നു വന്നിടുമോ മദ്ഹുകളാൽ പാടിയിടുന്നേ മദീനത്തെ മണ്ണിൻ വിളി തേടുന്നേ മകരന്തമായി ചാരയണയാൻ പൂതിയേറുന്നേ സയ്യിദുനാ രാജരിതല്ലേ കണ്ണുകളിൽ ലഞ്ജനമഴകിയ അഷ്റഫുൽ ഖൽഖവരേ ഇരുളിൽ തിരുനാളം നീട്ടും ത്വാഹ നൂറേ എന്റെ മുനീറേ ഇനിയും എൻ ഹൃദയം മിനാരത്തോപ്പിൽ വരുകില്ലേ ഇരുളിൽ തിരുനാളം നീട്ടും ത്വാഹ നൂറേ എന്റെ മുനീറേ ഇനിയും എൻ ഹൃദയം മിനാരത്തോപ്പിൽ വരുകില്ലേ ഇറയവനിൽ ഞാൻ ദുആ തേടും മദീനത്തു വരുവാൻ മദദൊന്ന് കനിയാൻ ഒരു ദിനം ഞാൻ അവിടമിലണഞ്ഞൊന്ന് സലാം പറഞ്ഞിടുവാൻ സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധി രാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമഴകിയ അഷ്റഫുൽ ഖൽഖവരേ